നമസ്കാരം. മാർക്ക് ഫെല്ലർ ലിയോ ഗാർഷ്യയ്ക്ക് നേരെ എതിരെയുള്ള കസേരയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ മുറിയിലുള്ള മുഴുവൻ ആളുകളും വല്ലാത്തൊരു അമ്പരപ്പുഴ കൂടി മാർക്കിനെ തന്നെ അങ്ങനെ നോക്കുകയാണ്. ശരിക്കും ലിയോ കുടുംബത്തിന്റെ ആ വസതിയിലേക്ക് മാർക്ക് ഫെല്ലർ വരുമെന്ന് അവരാരും ധരിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ലിയോ ഷൈൻ വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി മാർക്കിനെ അങ്ങനെ നോക്കുമ്പോൾ ലിയോയുടെ പിതാവ് ലിയോ ഗാർഷ്യ മാർക്കിനോട് ചോദിച്ചു, ഹലോ മാർക്ക്, ഞാൻ നിങ്ങൾ വരുമെന്ന് കരുതിയിരുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിയോ ഗാർഷ്യ മാർക്കിന്റെ മുന്നിലെ ടേബിളിൽ ഇരിക്കുകയായിരുന്ന ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് മാർക്കിന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. മാർക്ക് ആ ചായക്കപ്പ് കയ്യിലെടുത്തു. ആ ചായ ഒന്ന് കുടിച്ചിട്ട് മാർക്ക് ഗാർഷ്യയോട് പറഞ്ഞു, നല്ല ചായ. അത് കേട്ടതും ഗാർഷ്യ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും നിങ്ങൾ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കുടുംബവുമായി നല്ല അടുപ്പമാണല്ലേ. ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മിഡിൽ സിറ്റിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ബ്ലാക്ക് കുടുംബം ഈ പൈറോയിൽ എല്ലാവരും അറിയുന്ന കുടുംബമാണ്. റിപ്പബ്ലിക് ഓഫ് പൈറോയിലെ അറിയപ്പെടുന്ന കുടുംബമായ ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് മാർക്കിന് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കിന് ഒരു കാര്യത്തെക്കുറിച്ചും പേടിക്കേണ്ട എന്നാണ് ലിയോ ഗാർഷ്യ സൂചിപ്പിച്ചത്. അത് കേട്ടതും മാർക്ക് ഗാർഷ്യയോട് പറഞ്ഞു, മിസ്റ്റർ ഗാർഷ്യ, എനിക്ക് ഈ ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ടൊന്നുമില്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ്. മിസ്റ്റർ മാർക്ക്, നിങ്ങൾ പറയുന്നത് ബ്ലാക്ക് കുടുംബം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണോ? അതെ, ബ്ലാക്ക് കുടുംബം എന്നെന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോ ബ്ലാക്ക് കുടുംബം നിങ്ങൾ ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യില്ലേ? ഇല്ലെന്ന് അതല്ലേ ഞാൻ പറഞ്ഞത്. മാർക്ക് ഫെല്ലർ വീണ്ടും അങ്ങനെ പറഞ്ഞതും ലിയോ ഗാർഷ്യ ഒന്ന് ചിരിച്ചു. ശരിക്കും അയാൾ വളരെ പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് ലിയോ ഗാർഷ്യ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, താനൊരു വിഡ്ഢിയാണല്ലോ. താൻ ശരിക്കും എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നീ സംസാരിക്കുന്ന പോലെ സംസാരിക്കൂ? ഹേയ് മാർക്ക്, തനിക്ക് ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന കാരണത്താലാണ് ആളുകളൊക്കെ തന്നെ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ തന്നോട് ബഹുമാനപൂർവ്വം സംസാരിക്കുന്നത്. ഇപ്പോ ബ്ലാക്ക് കുടുംബവുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് താൻ തന്നെ പറഞ്ഞാൽ ആരെങ്കിലും തന്നെ ബഹുമാനിക്കൂ. ബ്ലാക്ക് കുടുംബം മാർക്ക് ഫെല്ലറെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്ക് ഫെല്ലറുമായി ഇടയുന്നത് സൂക്ഷിച്ചു വേണം. അക്കാര്യം ലിയോ ഗാർഷ്യയ്ക്ക് അറിയാം. ഇപ്പൊ ഇതാ മാർക്ക് തന്നെ പറയുകയാണ് അയാൾക്ക് ബ്ലാക്ക് കുടുംബവുമായി ഒരു ബന്ധവുമില്ലെന്ന്. അതുകൊണ്ട് തന്നെ ലിയോ ഗാർഷ്യ ശരിക്കും സന്തോഷത്തോടെ അയാളുടെ ആ വികാരം പങ്കുവച്ചപ്പോൾ മാർക്ക് അയാളോട് പറഞ്ഞു, നോക്കൂ മിസ്റ്റർ ഗാർഷ്യ, ഞാൻ ഇവിടേക്ക് വന്നത് ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ടിലല്ല. ഞാൻ ഇവിടെ വന്നത് മിസ്റ്റർ ഷൈൻ എനിക്ക് നൽകാമെന്ന് ഏറ്റിട്ടുള്ള സാധനങ്ങൾ റിസീവ് ചെയ്യാനാണ്. അത് റിസീവ് ചെയ്യാൻ എനിക്ക് ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ടിന് ആവശ്യമില്ല. വളരെ വ്യക്തമാണ് മാർക്ക് ഫെല്ലറുടെ സ്റ്റേറ്റ്മെന്റ്. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും ലിയോ ഗാർഷ്യ ഒന്നുകൂടെ ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അയാൾ എണീറ്റ് അവിടെ ഷെൽഫിൽ ഇരിക്കുകയായിരുന്ന രണ്ട് സാധനങ്ങളെടുത്ത് മേശപ്പുറത്തോണ്ട് വെച്ചു. മാർക്കിനും ലിയോ ഗാർഷ്യയ്ക്കും ഇടയിൽ ഒരു ടേബിളുണ്ട്. ആ ചായക്കോപ്പ ഇരിക്കുന്ന അതേ ടേബിളിലേക്കാണ് ആ സാധനങ്ങൾ ലിയോ ഗാർഷ്യ കൊണ്ടുവച്ചത്. ഒരെണ്ണം തടി കൊണ്ടുള്ള ഒരു പെട്ടിയാണ്, മറ്റൊന്ന് ഡോക്യുമെന്റ് കവറാണ്. ആ രണ്ട് സാധനങ്ങളെയും ചൂണ്ടി ലിയോ ഗാർഷ്യ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു അപൂർവ ഇനം ഔഷധ സസ്യം. ഇത് മാർക്ക് പറഞ്ഞ ഡോക്യുമെന്റ് ആണ്. വാട്ടർ കേവിന്റെ ഡോക്യുമെന്റ് ആണ് അതിനകത്തുള്ളത്. ഷൈൻ മാർക്കുമായിട്ടുള്ള ആ ഫൈറ്റിൽ തോറ്റപ്പോൾ ഷൈൻ ഓഫർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് കണ്ടതും മാർക്ക് ഒന്ന് ചിരിച്ചു. താങ്ക് യു മിസ്റ്റർ ലിയോ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ സാധനങ്ങൾ എടുക്കാനായി കൈ നീട്ടിയതും ലിയോ ഗാർഷ്യ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഒരു നിമിഷം. ലിയോ ഗാർഷ്യ എന്തോ പറയാൻ പോവുകയാണെന്ന് മനസ്സിലായതും മാർക്ക് ആ സാധനം എടുക്കാതെ ലിയോ ഗാർഷ്യയുടെ മുഖത്തേക്ക് നോക്കി. ലിയോ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് പറ്റുമെങ്കിൽ ഈ മേശപ്പുറത്തിരിക്കുന്ന ഈ ചെടിയും എടുക്കാം, അതുപോലെ ആ ഡോക്യുമെന്റും എടുക്കാം. അത് കേട്ടതും മാർക്ക് ചിരിച്ചുകൊണ്ട് ആ സാധനം എടുക്കാനായി മുന്നോട്ട് ആഞ്ഞതും ലിയോ പുറകിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, ഏ ഗോൾഡി. ഗോൾഡി എന്ന മാർഷൽ ആർട്ടിസ്റ്റിനെ ആ ഹാളിന്റെ പുറകിലുള്ള സെറ്റിൽ ഇരുത്തിയിരിക്കുകയാണ് ലിയോ ഗാർഷ്യ. അവിടേക്ക് നോക്കിയാണ് ലിയോ ഗാർഷ്യ ഗോൾഡി എന്ന് വിളിച്ചത്. ഗോൾഡി എന്ന് വിളിച്ചിട്ട് ലിയോ ഗാർഷ്യ നോക്കിയ ഭാഗത്തേക്ക് മാർക്കും ഒന്ന് നോക്കി. മാർക്കും ലിയോ ഗാർഷ്യ മാത്രമല്ല, ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകളും ആ ഭാഗത്തേക്ക് നോക്കുകയാണ്. അവിടേക്ക് നോക്കിയ ലിയോ ഗാർഷ്യയും കൂടെയുള്ള ആളുകളും ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം. അവിടെ സാക്ഷാൽ ഗോൾഡി ആ സോഫയിൽ അങ്ങനെ കിടക്കുകയാണ്. സോഫയിൽ കിടക്കുന്ന അയാൾ നന്നായി കൂർക്കം വലിക്കുകയാണ്.
ശരിക്കും അയാൾ കൂർക്കം വലിക്കുന്ന ശബ്ദം അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് തന്നെ. ഇവിടെ വളരെ സീരിയസ് ആയ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ ഇടപെടേണ്ട സാക്ഷാൽ ഗോൾഡി ആ സോഫയിൽ നല്ല ഉറക്കത്തിലാണ്. അത് കണ്ടതും ലിയോ ഗാർഷ്യ അയാളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഗോൾഡി വിളിച്ചോടത്ത്. കേട്ട മാത്രമേ ആളുകൾ ഗോൾഡിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഗോൾഡിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന അവർ ഗോൾഡി എന്ന് വിളിക്കുകയും ഗോൾഡിയെ പിടിച്ച് കുലുക്കുകയും ചെയ്തു. ശരിക്കും ശക്തമായി ഗോൾഡിയുടെ പുറത്ത് പിടിച്ച് കുലുക്കിയിട്ടും ഒരു അനക്കവുമില്ല. ഗോൾഡി അനങ്ങുന്നുള്ളത് കണ്ടതും ലിയോ ഗാർഷ്യ ആ പിടിച്ചു കുലിക്കുന്ന ആളോട് പറഞ്ഞു, എന്താ നിങ്ങൾ കാണിക്കുന്നത്, ഉറക്കെ കുലിക്ക്. അങ്ങനെ ലിയോ ഗാർഷ്യ പറഞ്ഞതും ലിയോ ഗാർഷ്യയുടെ സെക്രട്ടറി ലിയോട് പറഞ്ഞു, സാർ, മിസ്റ്റർ ഗോൾഡിയെ അങ്ങനെ കുലുക്കി ഉണർത്തിയതൊന്നും കാര്യമില്ല. മിസ്റ്റർ ഗോൾഡി ഉറക്കം പിടിച്ചാൽ പിന്നെ ഉണർത്താൻ വലിയ പാടാണ്. ഗോൾഡി എന്ന ആ മാർഷൽ ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം അതാണ്. അയാൾ ഉറക്കത്തിലേക്ക് വീണുപോയാൽ പിന്നെ അയാൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ വലിയ പാടായിരിക്കും. ലിയോ ഗാർഷ്യയുടെ ശിഷ്യന്മാർ ഗോൾഡിയെ കുലുക്കി ഉണർത്താൻ ശ്രമിക്കുന്ന കണ്ടതും മാർക്ക് ചിരിച്ചുകൊണ്ട് ആ മേശപ്പുറത്തിരിക്കുന്ന ആ ഉടൻ ബോക്സും ആ ഡോക്യുമെന്റ് കയ്യിലെടുത്തു. മിസ്റ്റർ ലിയോ, നിങ്ങൾ അയാൾ ഉണരുമ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് കൂളായിട്ട് മാർക്ക് ആ സാധനവും ഡോക്യുമെന്റുമായി ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. മാർക്കിന്റെ ആ യാത്ര ലിയോ ഗാർഷ്യയും ലിയോ ഷൈനെയും ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അവരുടെ സകല പ്ലാനുകളും അവിടെ തകർന്നു വീഴുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഗാർഷ്യയും ഷൈനും കൂടുതലുള്ള ആളുകളും മാർക്കിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും മാർക്ക് ആ ഹാളിലൂടെ പുറത്തിറങ്ങി വീടിന് പുറത്തെത്തി ഗേറ്റിന് പുറത്തേക്ക് നടക്കുകയാണ്. ഗേറ്റിന് പുറത്തേക്ക് മാർക്ക് നടന്നെത്തിയ അതേ നിമിഷത്തിൽ കോട്ടും സ്യൂട്ടും ധരിച്ച ഒരു മനുഷ്യൻ ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ഓടിയെത്തിയ ആൾ മാർക്കിന്റെ അടുത്തെത്തിയതും മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ പേര് ലാൻസ് എഡ്ബർഗ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ ലാൻസ് എഡ്ബർഗ് പറഞ്ഞതും മാർക്ക് ചിരിച്ചുകൊണ്ട് അയാൾക്കൊപ്പം നടന്നു. മാർക്ക് ആ ശൈലിയിൽ ഒരു പെരുമാറ്റം ആളുകളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് മാർക്കിന്റെ ആ ആക്ഷൻ വിളിച്ചു പറയുകയാണ്. ശരിക്കും മാർക്ക് ഫെല്ലറും ലാൻസ് എഡ്ബർഗും കൂടി ലാൻസിന്റെ കാറിന് നേരെ നടക്കുമ്പോൾ മറ്റ് കാറുകളിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകളുടെ മുഖത്ത് ഒരു വല്ലാത്ത നിരാശയുണ്ട്. അനവധി കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പല ആളുകളും അവിടെ നിന്ന് നിൽക്കുകയായിരുന്നു. ലിയോ കുടുംബത്തിനകത്തേക്ക് പോയ മാർക്ക് ജീവനോടെ തിരിച്ചു വരുമോ എന്നൊരു സംശയം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ കാറി ചാരി കിടക്കുമ്പോഴാണ് അവസരം മുതലാക്കിക്കൊണ്ട് ലാൻസ് എഡ്ബർഗ് അതിവേഗം ഗേറ്റിനടുത്തെത്തിയതും മാർക്കിനെ പിടികൂടുന്നത്. മാർക്ക് ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ലാൻസ് എഡ്ബർഗ് മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങൾ ശരിക്കും എന്നെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. ലിയോ കുടുംബത്തിന് വെല്ലുവിളിച്ചിട്ട് അവരുടെ വീടിനകത്ത് ചെല്ലുക, ഒരു പരിക്കുമില്ലാതെ തിരിച്ചു വരിക, ഇതൊക്കെ മനുഷ്യസാധ്യമായ കാര്യമല്ല. മാർക്ക് ഫെല്ലർ, താങ്കൾ സത്യത്തിൽ ഒരു സംഭവം തന്നെയാണ്. മാർക്ക് ഫെല്ലറെ ഏതാണ്ട് ഇങ്ങനെ ലാൻസ് എഡ്ബർഗ് അടിച്ചു പോഴ്ത്തുന്ന കണ്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, മിസ്റ്റർ എഡ്ബർഗ്, അതൊക്കെ ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ കൂടെ കൂട്ടിയത്? മാർക്ക്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്ത് സഹായം? മാർക്ക്, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ സൗത്ത് സിറ്റിയിൽ ഒരു എതിരാളി ഉണ്ടായിരുന്നു. അയാളൊരു കുഴപ്പക്കാരനായിരുന്നു. ഞാനും എന്നോടൊപ്പമുള്ള ടീമും ചേർന്ന് അയാളെ അന്ന് സൗത്ത് സിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നു. ഇപ്പോൾ അയാൾ സൗത്ത് സിറ്റിയിലേക്ക് മടങ്ങി വരികയാണ്. എനിക്ക് അയാളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ മാർക്കിന്റെ ഒരു സപ്പോർട്ട് വേണം. തന്നെ വാഹനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ മാർക്കിന് കഥ ഏതാണ്ട് മനസ്സിലായിരുന്നു. മാർക്കിന്റെ ആ പ്രശസ്തി, മാർക്കിന്റെ കപ്പാസിറ്റി, അതൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാർക്കിനെ അയാളുടെ കൂട്ടത്തിലേക്ക് വിളിച്ചതാണ്. അത് കേട്ടപ്പോൾ മാർക്കൊന്ന് ചിരിച്ചു. ഏതാനും മിനിറ്റ് കഴിഞ്ഞതും അവരുടെ വാഹനം ഒരു ഹോട്ടലിന് മുന്നിലേക്ക് എത്തി. ഒരു അടിപൊളി ഹോട്ടലിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. ലാൻസ് എഡ്ബർഗ് മാർക്ക് ഫെല്ലറേയും കൊണ്ട് ആ ഹോട്ടലിലെ ഒരു മിനി ഹാളിലേക്ക് വന്നു. അവർ ആ മുറിയിലേക്ക് വരുമ്പോൾ ആ മുറിയിൽ അനവധി ആളുകളുണ്ട്. ലാൻസിനെ കണ്ടതും ആ ആളുകളൊക്കെ ലാൻസിനെ അഭിസംബോധന ചെയ്യാൻ, ലാൻസ് എത്തിയല്ലോ. ശരിക്കും ഒരു സന്തോഷം ആ മുറിയിലെ എല്ലാവർക്കും ഉണ്ട്. അകത്തേക്ക് കയറിയ മാർക്ക് അകത്തുള്ള ആളുകളേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. സകലരും നല്ല മസിലൊക്കെയുള്ള ആളുകളാണ്. ശരിക്കും അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവരെല്ലാം ബോഡി ബിൽഡേഴ്സ് ആണെന്നും ആയോധന കലകൾ പഠിച്ചിട്ടുള്ള ആളുകളാണെന്നും ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. മാർക്ക് കൗതുകപൂർവ്വം അവരെ ഒന്ന് നോക്കുന്ന കണ്ടതും ലാൻസ് എഡ്ബർഗ് മാർക്കിനോടായി പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഇവരൊക്കെയാണ് എന്റെ സപ്പോർട്ട് മെക്കാനിസം. ലാൻസ് എഡ്ബർഗ് അങ്ങനെ പറഞ്ഞതും ആ കൂട്ടത്തിൽ ലേശ പ്രായമുള്ള ഒരാളുണ്ട്. അയാൾ ലാൻസിനോട് ചോദിച്ചു,
ലാൻസ് അതാരാണ്? മിസ്റ്റർ വിലാൻഡർ, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് മാർക്ക് ഫെല്ലർ. നിങ്ങൾ എല്ലാവരും അറിയും മാർക്ക് ഫെല്ലറെ. മാർക്ക് ഈ കഴിഞ്ഞ ദിവസം ലിയോ കുടുംബത്തിലെ ഷൈനെ പരാജയപ്പെടുത്തിയ കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞതല്ലേ? ലിയോ കുടുംബത്തിലെ ഷൈന്റെ പരാജയം സ്വാഭാവികമായും അവരും ഒക്കെ നോട്ട് ചെയ്തതാണ്. ലിയോ കുടുംബം ആ ഫൈറ്റിന് ശരിക്കും പബ്ലിസിറ്റി കൊടുത്തിരുന്നതാണ്. ബ്ലാക്ക് കുടുംബവുമായി കണക്ട് ചെയ്ത ഒരാളെ ഉപദ്രവിക്കുമ്പോൾ സകല നാട്ടുകാരും അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് യഥാർത്ഥത്തിൽ ലിയോ ഷൈൻ അതിന് പബ്ലിസിറ്റി കൊടുത്തത്. ലിയോ ഷൈൻ സാധാരണഗതിയിൽ ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ പരാജയപ്പെടുന്ന പരിപാടി ഉള്ളതുകൊണ്ട് പ്രമുഖരാരും തന്നെ ആ ഫൈറ്റ് കാണാൻ പോയിരുന്നില്ല. പക്ഷേ ലിയോ ഷൈൻ പരാജയപ്പെട്ടു എന്നറിഞ്ഞ നിമിഷത്തിൽ സകല ആളുകളും ആരാണ് ഷൈനെ പരാജയപ്പെടുത്തുന്ന അറിയാനായി സ്വാഭാവികമായും അയാളെക്കുറിച്ച് തിരക്കുന്നുണ്ട്. അങ്ങനെ തിരക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ റൂമിലിരിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ അവർ തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷൽ ലാൻസ് എഡ്ബർഗ് ഇതാ മാർക്കിനെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മാർക്ക് ഫെല്ലറാണ് ആ മുറിയിലേക്ക് വന്നെന്ന് കേട്ടതും ആ മുറിയിലുള്ള എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു കൗതുകം. അവരെല്ലാവരും മാർക്കിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഹേയ് മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങൾ സത്യത്തിൽ ഞങ്ങളെല്ലാം അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. ആ ലിയോ ഷൈൻ ഈ സൗത്ത് സിറ്റിയിൽ വല്ലാതെ തിമിർത്ത് നടക്കുന്ന ആളാണ്. ആർക്കും അയാളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നാണ് അയാൾ ധരിച്ചിരുന്നത്. നിങ്ങളെന്തായാലും അയാളെ തോൽപ്പിച്ചത് നന്നായി. അങ്ങനെ ആ ആളുകൾ ഓരോരുത്തരും കമന്റുകൾ പറയുമ്പോൾ മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, ഏയ് അതൊക്കെ ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതല്ലേ. തന്റെ കഴിവുകൊണ്ടാണ് താൻ വിജയിച്ചതെന്ന് മാർക്ക് പറയാൻ ശ്രമിക്കാറേയില്ല. മാർക്ക് അങ്ങനെ പറഞ്ഞതും ആ കൂട്ടത്തിലെ പ്രായമുള്ള ആള് മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് ചോദിച്ചു, ഏഹേ മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങള് സ്ട്രക്കായി നിൽക്കുകയാണല്ലേ? ആ ചോദ്യം കേട്ടതും മാർക്ക് ലേശം അമ്പരപ്പോടെ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് അയാളോട് ചോദിച്ചു, അല്ല താങ്കളെന്താ അങ്ങനെ ചോദിച്ചത്? മിസ്റ്റർ മാർക്ക്, എനിക്ക് നിങ്ങൾ ഇന്നസെന്റ് മാസ്റ്റർ ആണെന്ന് മനസ്സിലാക്കാൻ മറ്റാരുടെ സഹായമൊന്നും വേണ്ട. നിങ്ങൾ ഇന്നസെന്റ് മാസ്റ്റർ 9th ലെവൽ സ്ട്രക്കായി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇന്നസെന്റ് മാസ്റ്റർ ഹാൻഡ്സിലേക്ക് അടക്കാൻ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. വിലാൻഡർ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്കിന് വല്ലാത്തൊരു അതിശയം. മാർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് സ്പിരിച്വൽ എനർജി റിഫൈനിങ് ടെക്നിക്കാണ്. ശരിക്കും ഒരു കൾട്ടിവേഷൻ മെത്തേഡാണ് മാർക്ക് ഉപയോഗിക്കുന്നത്. ആ കൾട്ടിവേഷൻ മെത്തേഡിനകത്തുകൂടി കടന്നു പോകുന്ന ഒരാളുടെ വളർച്ച സാധാരണഗതിയിലുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളുടെ വളർച്ചയുമായി കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മാർക്കിന് മനസ്സിലാകുന്നത്. മാർക്കിന്റെ ബോഡിയിലെ ഇന്റേണൽ എനർജിയുടെ അളവ് മാർക്കിനേക്കാൾ കപ്പാസിറ്റി കൂടിയ ഒരാൾക്ക് എളുപ്പം അറിയാൻ പറ്റും. ഇവിടെ വിലാൻഡർ മാർക്കിന്റെ ശരീരത്തിലെ ആ ഇന്റേണൽ എനർജിയുടെ സാന്നിധ്യം അളന്നെടുത്തിട്ട് മാർക്ക് ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്റർ 9th ലെവലാണെന്ന് ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. മാർക്ക് യഥാർത്ഥത്തിൽ സ്ട്രക്കായി നിൽക്കുന്നത് സ്പിരിച്വൽ എനർജി റിഫൈനിങ് സ്റ്റേജിന്റെ 9th ലെവലിലാണ്. മാർക്ക് തയ്യാറാക്കിയ ആ 28 സ്പിരിച്വൽ എനർജി ഗ്യാതറിംഗ് ഗുളികകളും മാർക്ക് കഴിച്ചിട്ടും മാർക്കിന് ആ സ്റ്റേജ് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. റിഫൈനിങ് സ്റ്റേജിൽ നിന്ന് മാർക്കിന് കടക്കേണ്ടത് സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷിംഗ് സ്റ്റേജിലേക്കാണ്. അതിലേക്ക് കടക്കാൻ മാർക്കിന് പറ്റിയിട്ടില്ല. മാർക്കിന് അതുകൊണ്ടാണ് വിലാൻഡർ താൻ ഇടിച്ചു നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു അതിശയം തോന്നിയത്. വിലാൻഡർ ചോദ്യം കേട്ടപ്പോൾ മാർക്ക് ഒന്ന് ചിരിച്ചു. മാർക്ക് ചിരിക്കുന്ന കണ്ടതും വിലാൻഡർ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നിന്നെ ഞാൻ വേണമെങ്കിൽ ഒന്ന് സഹായിക്കാം. എന്നെ സഹായിക്കാമെന്ന്? എങ്ങനെ? മിസ്റ്റർ മാർക്ക്, നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനാക്കാം. നിനക്ക് എങ്ങനെ 9th ലെവലിൽ നിന്ന് ഇന്നസെന്റ് മാസ്റ്റർ ഹാൻഡ്സായി മാറണമെന്ന് ഞാൻ പഠിപ്പിക്കാം. എൻ്റെ ശിഷ്യനായാൽ പിന്നെ നിന്റെ വളർച്ച അതിവേഗമായിരിക്കും. വിലാൻഡർ അങ്ങനെ പറഞ്ഞതും ആ ഹാളിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കൈയടിക്കുകയാണ്. ഹായ്, കൊള്ളാം. നോക്ക് മാർക്ക്, സാധാരണ ഇതിൽ വിലാൻഡർ ഒരാളെയും ശിഷ്യനായി അംഗീകരിക്കുന്നതല്ല. മാർക്ക്, നിനക്ക് ടാലന്റ് ഉണ്ടെന്ന് വിലാൻഡർ മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിഷ്യനാവൻ നിന്നെ തിരഞ്ഞെടുത്തത്. സകല ആളുകളും അങ്ങനെ പറഞ്ഞപ്പോൾ എഡ്ബർഗും മാർക്കിനോട് പറഞ്ഞു, അതെ മാർക്ക്, മിസ്റ്റർ വിലാൻഡറുടെ ശിഷ്യനാകാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. എൻ്റെ ഈ ബിസിനസിന്റെ ലാഭത്തിന്റെ 10% ഞാൻ വിലാൻഡർക്ക് ഓരോ മാസവും കൊടുക്കുന്നത് വിലാൻഡർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. വിലാൻഡർക്ക് മാത്രമല്ല, ഇവർക്കൊക്കെ ഞാൻ എൻ്റെ ലാഭത്തിന്റെ വിഹിതം കൊടുക്കുന്നുണ്ട്. ശരിക്കും ലാൻസ് എഡ്ബർഗിന്റെ ബൗൺസേഴ്സ് ആണ് ആ മുറിയിലിരിക്കുന്ന ആളുകളെന്നാണ് ലാൻസ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ലാൻസിന്റെ ബോഡി ഗാർഡുകളെ പോലെയുള്ള ആളുകളാണ് അവർ ലാൻസിന്റെ ബിസിനസിന്റെ ലാഭവിഹിതം കൈപ്പറ്റുന്ന, ലാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരും മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. ആ മാർഷൽ ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും ശക്തൻ വിലാൻഡർ എന്ന ആ പ്രായമുള്ള വ്യക്തിയാണ്. അയാളെക്കുറിച്ച് എഡ്ബർഗും
ആ ഹാളിലെ മറ്റാളുകളും അടിച്ചു പോഴ്ത്തി പറഞ്ഞതും മാർക്ക് വിലാൻഡറോടായി പറഞ്ഞു, മിസ്റ്റർ വിലാൻഡർ, നിങ്ങളുടെ സന്മനസ്സിന് നന്ദി, പക്ഷേ എനിക്ക് താല്പര്യമില്ല. പെട്ടെന്ന് മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ വിലാൻഡറുടെ മുഖം ഒന്ന് മങ്ങി. വിലാൻഡർ മാർക്കിനോട് ചോദിച്ചു, ഏയ് നീ എന്താ അങ്ങനെ പറഞ്ഞേ? മിസ്റ്റർ വിലാൻഡർ, സത്യമായിട്ടും എനിക്ക് നിങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശിഷ്യനാകണ്ട എന്ന് തീരുമാനിച്ചത്. മാർക്ക്, നീ എന്താ പറഞ്ഞേ? എന്റെ കയ്യിൽ നിന്ന് നിനക്കൊന്നും പഠിക്കാനില്ലെന്നോ? നീ ആരെന്ന് എഴുതിയിട്ടാ അങ്ങനെ സംസാരിക്കുന്നത്? വിലാൻഡർ ദേഷ്യത്തോടെ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതും മാർക്ക് എണീറ്റു. മാർക്ക് എഡ്ബർഗിനോടായി പറഞ്ഞു, മിസ്റ്റർ എഡ്ബർഗ്, ഞാൻ ഇറങ്ങിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കാതിരിക്കാതെ മാർക്ക് അതിവേഗം ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. ശരിക്കും ഇപ്പൊ പെട്ടത് സാക്ഷാൽ എഡ്ബർഗാണ്. എഡ്ബർഗ് മാർക്കിനെ കമ്പനി അടിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം വളരെ സിമ്പിളാണ്. മാർക്കിനെ ബ്ലാക്ക് കുടുംബത്തിന്റെ എമിലി സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അയാൾ അറിഞ്ഞിരിക്കുകയാണ്. സൗത്ത് സിറ്റിയിൽ നിന്ന് വളരെ ദൂരെയാണ് മിഡിൽ സിറ്റി. മിഡിൽ സിറ്റിയിൽ ബ്ലാക്ക് കുടുംബത്തിന്റെ എമിലി ബ്ലാക്ക് എത്തിയതും അവിടെ ഒരു ചെറുപ്പക്കാരനെ എമിലി ബ്ലാക്ക് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചതും ചെറിയൊരു വാർത്തയാണ്. ആ വാർത്ത സാവധാനം കറങ്ങിത്തിരിഞ്ഞ് സൗത്ത് സിറ്റിയിൽ എത്തിയതാണ്. ആ വാർത്ത സൗത്ത് സിറ്റിയിൽ അറിയാനുള്ള കാരണം ചിൽടൗണിലെ ആ സംഭവമാണ്. ബ്ലാക്ക് കുടുംബത്തിലെ അലോഷ്യസ് ബ്ലാക്ക് ചിൽടൗണിൽ എത്തിയതും അവിടെ തോംസൺ കുടുംബം തുടച്ചു മാറ്റപ്പെട്ടതും ചിൽഷെയർ എന്ന പ്രൊവിൻസ് മുഴുവൻ അറിഞ്ഞ കഥയാണ്. ആ സംഭവത്തിന്റെ കാരണക്കാരൻ മാർക്ക് ഫെല്ലർ ആണെന്നുള്ള കഥ ഇപ്പോ സൗത്ത് സിറ്റിയിലും മിഡിൽ സിറ്റിയിലും ചിൽടൗണിലും ചിൽഷെയറിലെ എല്ലാ പ്രൊവിൻസിലും അറിയാം. ആരാണ് ആ മാർക്ക് ഫെല്ലർ എന്ന് മാത്രം ആർക്കും അറിയത്തില്ല. മാർക്ക് ഫെല്ലറുമായി അടുപ്പമുണ്ടാക്കാൻ അതുകൊണ്ടാണ് സകല ആളുകൾ ശ്രമിക്കുന്നത്. മാർക്ക് ഫെല്ലറുമായി അടുപ്പമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബ്ലാക്ക് കുടുംബവും അവർ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഇതാ എഡ്ബർഗ് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് ഫെല്ലറെ മറ്റാരും പിടികൂടും മുമ്പ് പിടികൂടി ആ ഹാളിൽ എത്തിച്ചതാണ്. പക്ഷേ വിലാൻഡറുടെ ഇടപെടൽ വഴി മാർക്ക് ഫെല്ലർ പിണങ്ങി പോയിരിക്കുകയാണ്. പക്ഷെ അയാൾക്ക് വിലാൻഡറെയും പിണക്കാൻ പറ്റില്ല. അയാളുടെ ബിസിനസിന്റെ ലാഭത്തിന്റെ 10% അയാൾ കൊടുക്കുന്നത് വിലാൻഡർക്കാണ്. വിലാൻഡർക്കൊപ്പമുള്ള ആ ടീമിനും ആ പണം കൊടുക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് സൗത്ത് സിറ്റിയിൽ അയാളുടെ ബിസിനസ് ഒക്കെ റൺ ചെയ്യാൻ പറ്റുന്നത്. സൗത്ത് സിറ്റിയിലെ അറിയപ്പെടുന്ന മിഡ് നൈറ്റ് KTV എന്നുള്ള ആ ബാറും ഈ ലാൻസ് എഡ്ബർഗിന്റെയാണ്. ബാറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുന്നത് ഈ ബൗൺസേഴ്സാണ്. അനവധി സ്ഥാപനങ്ങൾ ആ ശൈലിയിൽ എഡ്ബർഗിനുണ്ട്. ഇപ്പോൾ എഡ്ബർഗ് ആകെ പ്രശ്നത്തിലായെന്ന് പറയാം. അയാൾക്ക് വിലാൻഡറേയും ടീമിനെയും ഒഴിവാക്കാനും പറ്റില്ല, അതുപോലെ മാർക്ക് ഫെല്ലറെ വിടാനും പറ്റില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു പോയെങ്കിലും എഡ്ബർഗ് പെട്ടെന്ന് പുറത്തേക്ക് ഓടി. എഡ്ബർഗ് ഓടി പുറത്തെത്തുമ്പോൾ മാർക്ക് ഏതാണ്ട് ഗേറ്റിനടുത്ത് എത്തിക്കഴിഞ്ഞു. മാർക്കിനടുത്തേക്ക് ഓടിയെത്തിയ എഡ്ബർഗ് മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ക്ഷമിക്കണം, ആ വിലാൻഡർ പലപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് കാര്യമാക്കണ്ട. മിസ്റ്റർ മാർക്ക്, നിങ്ങൾ ഉറപ്പായും എന്നെ കൈവിടരുത്. അങ്ങനെ എഡ്ബർഗ് മാർക്കിനോട് പറഞ്ഞതും മാർക്ക് എഡ്ബർഗിനോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് ആലോചിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് മടങ്ങി. മാർക്ക് ഹോട്ടലിൽ മടങ്ങി എത്തുമ്പോൾ ശരിക്കും അസ്വസ്ഥതയോടെ നീൽ ഫ്ലമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവന് ഉറക്കം എണീറ്റപ്പോൾ മാർക്കിനെ കാണാനില്ല. മാർക്ക് ലിയോ കുടുംബത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന നീൽ അതുകൊണ്ട് തന്നെ വളരെ ഭയന്നിരിക്കപ്പോഴാണ് മാർക്ക് മടങ്ങിയെത്തുന്നത്. മാർക്കിനെ കണ്ടപ്പോഴാണ് നീലിന് ശ്വാസം നീരെ വീണത്. നീല് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്നെ എന്താ വിളിക്കായിരുന്നത്? നീൽ, ഞാൻ പോകാൻ റെഡിയായപ്പോഴും നീ നല്ല ഉറക്കം, അതുകൊണ്ടാണ് നിന്നെ വിളിക്കായിരുന്നത്. മാർക്ക്, ഞാൻ ഉറക്കമാണെങ്കിൽ എന്നെ കുലുക്കി വിളിക്കണം. കുലുക്കി വിളിച്ചിട്ട് ഞാൻ എണീറ്റില്ലെങ്കിൽ എനിക്കൊരു അടി തന്നാൽ മതി, ഞാൻ എന്തായാലും എണീക്കും. നീലും ശരിക്കും നന്നായി ഉറങ്ങുന്ന കക്ഷിയാണ്. അവനെ കുലുക്കി വിളിച്ചിട്ടും എണീറ്റില്ലെങ്കിൽ അടിച്ചെണീപ്പിക്കാനാണ് അവൻ മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് അറിയാതെ ചിരിച്ചു പോവുകയാണ്. പലപ്പോഴും മാർക്ക് ഫെല്ലർ രാവിലെ എണീറ്റ് റെഡിയാകുമ്പോൾ നീൽ നല്ല ഉറക്കത്തിലായിരിക്കും. നന്നായി ഉറങ്ങുന്ന നീലിനെ വിളിച്ച് എണീപ്പിക്കാനുള്ള മടി കൊണ്ടാണ് മാർക്ക് രാവിലെ നീലിനെ വിളിക്കാതെ പോയത്. ചിരിച്ചുകൊണ്ട് മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ, നമുക്ക് ആ വാട്ടർ കേവിലേക്ക് പോവാം. വാട്ടർ കേവ് ഇപ്പോൾ മാർക്കിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മാർക്കും നീലും കൂടി ഒരു ടാക്സി പിടിച്ച് നേരെ ആ വാട്ടർ കേവിന്റെ ഭാഗത്തേക്ക് തിരിച്ചു. അവരവിടെ ചെല്ലുമ്പോൾ ധാരാളം സന്ദർശകർ ആ ഗുഹയും വെള്ളച്ചാട്ടവും കാണാനായി എത്തിയിട്ടുണ്ട്. ഗുഹയിലേക്ക് വീഴുന്ന ആ വെള്ളച്ചാട്ടവും സ്വിമ്മിംഗ് പൂളും ഒക്കെ ആളുകളെ ശരിക്കും ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ എത്തിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടതും നീല് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അവരെയൊക്കെ ഒഴിവാക്കണോ? എന്തിന്? ഞാൻ ഷൈൻ അല്ലല്ലോ അവർ ഒഴിവാക്കാൻ. ഷൈൻ
ആ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നാൽ ആ നിമിഷം ഷൈൻ ആളുകൾ ഒഴിവാക്കും. മാർക്കിന് അതിന്റെ ആവശ്യമില്ല. മാർക്ക് നീലിനൊപ്പം ആ ഗുഹയുടെ അടുത്തേക്ക് വന്നു. ശരിക്കും മനോഹരമായ ആ ഗുഹയിലേക്കുള്ള വെള്ളത്തിന്റെ വീഴ്ചയും അതുണ്ടാക്കുന്ന സ്വിമ്മിംഗ് പൂളും, ആ നാച്ചുറൽ സ്വിമ്മിംഗ് പൂളിനകത്തായി പല സ്ഥലത്തും പാറകളുണ്ട്. ആ പാറകളിൽ കയറിയിരിക്കാനും പാറകളിൽ നിന്ന് നിരങ്ങി ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനും ഒക്കെ ഉള്ള സംവിധാനമുണ്ട്. അതിന് പുറമെയാണ് സ്റ്റേജ് പ്രോഗ്രാംസ്, ഫൈറ്റ് ഒക്കെ നടത്തുന്ന ആ വലിയ പ്ലാറ്റ്ഫോം ഉള്ളത്. സകല സ്ഥലങ്ങളും ഒന്ന് നോക്കിയതിനു ശേഷം മാർക്കും ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. സ്വിമ്മിംഗ് പൂളിനകത്തിറങ്ങിയ മാർക്ക് അല്പസമയം കഴിഞ്ഞതും ആ പാറയുടെ മുകളിലെത്തി. ഒരു കുഞ്ഞു പാറയാണ്. ആ പാറയുടെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെള്ളമുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രമാണ് വെള്ളമില്ലാത്തത്. ആ വെള്ളമില്ലാത്ത ഭാഗത്തേക്ക് കയറിയ മാർക്ക് അവിടെ ഏതാണ്ട് കാലുകൾ ക്രോസ് ചെയ്ത് പത്മാസനത്തിൽ എന്ന പോലെ ഒന്നിരുന്നു. ഈ കാഴ്ച അവിടെ വെള്ളത്തിൽ കുളിക്കുന്ന പലരും കാണുന്നുണ്ട്. ഇതുപോലുള്ള പല ആക്ടിവിറ്റീസും അവര് കാണാറുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിനകത്ത് വലിയ കൗതുകം തോന്നിയില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിന്റെ തിരക്കിലും അവിടെ നീന്തുന്ന തിരക്കിലുമാണ് ആളുകളൊക്കെ. നീല അല്പം മാറി മറ്റു പാറയിൽ ഇരിപ്പുറപ്പിച്ചു. പത്മാസനത്തിൽ ഇരുന്ന മാർക്ക് സാവധാനം ഒന്ന് ബ്രീത്ത് തുടങ്ങിയാണ്. മാർക്കിന്റെ ആ ബ്രീത്തിങ് എക്സസൈസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാർക്ക് അവന്റെ ആ ബ്രീത്തിങ് എക്സസൈസിന്റെ തത്വം അനുസരിച്ച് ചുറ്റുമുള്ള സ്പിരിച്വൽ എനർജി പതുക്കെ വലിച്ചു തുടങ്ങിയാണ്. അവിടെ കുളിക്കാൻ വരുന്ന പലർക്കും നല്ല ഉന്മേഷം അവിടെ കുളിക്കുമ്പോൾ അനുഭവപ്പെടാറുണ്ട്. അതിന്റെ സാന്നിധ്യം അവിടെയുള്ള സ്പിരിച്വൽ എനർജിയാണെന്ന് അറിയാവുന്ന ആളുകളല്ല അവിടെ എത്തുന്നവർ പലരും. എന്നാൽ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ സ്പിരിച്വൽ എനർജി ഉണ്ടെന്ന്. മാർക്ക് ആ സ്പിരിച്വൽ എനർജിയാണ് പതുക്കെ വലിച്ചെടുക്കുന്നത്. ആ സ്പിരിച്വൽ എനർജി മാർക്ക് ഇങ്ങനെ വലിച്ചെടുത്തു തുടങ്ങിയപ്പോൾ പതുക്കെ ചെറിയൊരു കാറ്റ് മാർക്കിന്റെ ശരീരത്തിന് നേരെ വരികയാണ്. ആ കാറ്റ് മാർക്കിന്റെ ശരീരത്തിന് നേരെ ഇങ്ങനെ വന്ന് മാർക്ക് തൊട്ട് കടന്നു പോവുകയാണ്. പതുക്കെ ആ കാഴ്ച ലേശം ഒന്ന് മാറി തുടങ്ങി. മാർക്ക് വലിച്ചെടുക്കുന്ന ആ വായുവിന്റെ കൂടെ പതുക്കെ ആ സ്വിമ്മിംഗ് പൂളിലെ വെള്ളവും മാർക്കിനടുത്തേക്ക് ഒഴി തുടങ്ങിയാണ്. മാർക്ക് ആ പാറയുടെ മുകളിൽ വെള്ളമില്ലാത്ത ഭാഗത്താണ് ഇരിക്കുന്നെങ്കിലും പതുക്കെ മാർക്കിന്റെ ശരീരത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന ആളുകൾ ആ നിമിഷം കാണുന്നത്. മാർക്ക് ഇരിക്കുന്നിടത്തുനിന്ന് ഏകദേശം 1 അടി താഴ്ചയിലാണ് വെള്ളമുള്ളത്. ആ വെള്ളം സാവധാനം ഉയർന്ന് മാർക്കിന്റെ പുറത്തേക്ക് വന്ന് തൊടുകയാണ്. താഴെ ആ നാച്ചുറൽ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉയർന്ന് മാർക്കിന്റെ പുറത്തേക്ക് വന്ന് തട്ടി മാർക്കിനെ തഴുകി പാറയുടെ മുകളിൽ കൂടി മറുഭാഗത്ത് വീഴുകയാണ്. ശരിക്കും പാറയുടെ മുകളിൽ കൂടി കയറി ആ വെള്ളം ഇങ്ങനെ പോവുകയാണെന്ന് പറയാം. നടുക്കിരിക്കുന്ന മാർക്കിന്റെ പുറത്തുകൂടിയാണ് കയറി പോകുന്നതെന്ന് മാത്രം. ഒരു വല്ലാത്ത അൺബിലീവബിൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു കാഴ്ച. അങ്ങനെ ആ കാഴ്ച നമുക്ക് പറയാൻ പറ്റും. ഇപ്പോ അവിടെ കൂടി നിൽക്കുന്ന കുളിക്കാൻ വന്ന ആളുകളൊക്കെ അമ്പരപ്പോടുകൂടി ആ കാഴ്ച കാണുകയാണ്. മാർക്കാണെങ്കിൽ കണ്ണ് അടച്ചു പിടിച്ചിരിക്കുകയാണ്. നീൽ ഫ്ലമിങ്ങും വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ആ കാഴ്ച കാണുന്നത്. സകല സ്ഥലത്തു നിന്നും വെള്ളം മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. മാർക്കിന്റെ പുറത്ത് തൊട്ടിട്ട് ആ വെള്ളം മാർക്കിനെ കവർ ചെയ്ത് പോയപ്പോൾ പെട്ടെന്നാണ് അതൊരു ചുഴിയായി മാറിയത്. ശരിക്കും മാർക്കിന് ചുറ്റും ഒരു ചുഴി പതുക്കെ രൂപപ്പെട്ടു. മാർക്ക് ഇരിക്കുന്ന ഭാഗത്ത് വെള്ളം അങ്ങ് ഉയരുകയായിരുന്നു. മാർക്കിന് ചുറ്റും ശരിക്കും വെള്ളമുണ്ട്. ഇപ്പോൾ ആ വെള്ളം മാർക്കിനെ തൊട്ട് കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗുഹയിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളം അവിടെ നിന്ന് ഒഴുകി നേരെ മാർക്കിന്റെ അടുത്തേക്ക് വരുന്നു. മാർക്കിനെ ചുറ്റി കറങ്ങി താഴേക്ക് പോകുന്നു. മാർക്ക് ഒരു സെൻട്രൽ പോയിന്റായി മാറുകയാണ്. അമ്പരപ്പിക്കുന്ന ആ കാഴ്ചയിലേക്ക് വല്ലാത്ത കൗതുകത്തോടെയാണ് അവിടെ വരുന്ന ആളുകളൊക്കെ നോക്കുന്നത്. സമയം അതിവേഗം കടന്നു പോവുകയാണ്. സന്ധ്യ ആയതോടുകൂടി ആ കാഴ്ച കണ്ടുകൊടുക്കുന്ന ആളുകളൊക്കെ പതുക്കെ പിരിഞ്ഞു. വൈകുന്നേരം 7 മണി കഴിഞ്ഞതും അവിടെ ആളുകൾ ആരുമില്ല എന്ന അവസ്ഥയായി. ഇപ്പൊ മാർക്കും നീലും മാത്രമാണുള്ളത്. പക്ഷേ വെള്ളം മാർക്കിന്റെ പുറത്തുനിന്ന് തട്ടുന്നതും കറങ്ങുന്നതുമായ പ്രക്രിയ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമയം അതിവേഗം കടന്നു പോവുകയാണ്. രാത്രി ഏകദേശം 1 മണിയാകാറായപ്പോൾ നീല് അത്ഭുതകരമായ ആ കാഴ്ച കണ്ടു. മാർക്കിന്റെ പുറത്ത് ഒരു പ്രകാശം. മാർക്കിന്റെ പുറത്ത് അടിച്ച് കറങ്ങിപ്പോകുന്ന ആ വെള്ളത്തിൽ മാർക്കിന്റെ ശരീരത്തിനുള്ള പ്രകാശം പ്രതിഫലിക്കുന്നതാണ് നീലിന് ശ്രദ്ധയപ്പെട്ടത്. ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം മാർക്കിന് ചുറ്റും ഉണ്ടായി വരികയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നീലിന് ഒരു പിടിയില്ല. നീല് അമ്പരപ്പോടെ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്കിന്റെ തല മുതൽ കാൽപാദം വരെ ഒരു ഗോൾഡൻ പ്രകാശം ഉണ്ടായി. ശരിക്കും ഒരു സ്വർണ്ണ പ്രകാശത്തിൽ മാർക്ക് ഏതാണ്ട് കുളിച്ചു നിൽക്കും പോലെയാണ് നീലിന് ആ നിമിഷം തോന്നിയത്. ആ പ്രകാശം മാർക്കിന് ചുറ്റും വ്യാപിച്ച് ചുറ്റുമുള്ള വെള്ളത്തിലേക്ക് കലരുകയാണ്. ഇപ്പോൾ മാർക്കിന് ചുറ്റും ആ വെള്ളം മുഴുവൻ ഏതാണ്ട് സ്വർണ്ണ നിറമായിരിക്കുകയാണ്. സ്വർണ്ണ പ്രകാശത്തിൽ ആ വെള്ളത്തിന് നടുക്ക് ചമ്രം പിടിച്ചിരിക്കുന്ന മാർക്ക് ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. വാ പൊളിച്ച് നീൽ
ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് കണ്ണു തുറന്നു. ശരിക്കും മാർക്ക് റിഫൈനിങ് സ്റ്റേജിന്റെ ഫൈനൽ ഘട്ടത്തിൽ നിന്ന് സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലേക്ക് കടന്ന ഒരു രംഗമാണ് നീല് കാണുന്നത്. മാർക്ക് കുറേ ദിവസങ്ങളായി റിഫൈനിങ് സ്റ്റേജിന്റെ 9th ലെവലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അതുതാ മാർക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. കണ്ണു തുറന്ന മാർക്കിന് ശരിക്കും വല്ലാത്ത ഒരു ഫീൽ അനുഭവപ്പെടുകയാണ്. അവന്റെ ശരീരത്തിന് ശരിക്കും ശക്തി കൂടിയതുപോലെ ഒരു ഫീല് മാർക്കിന് തന്നെ തോന്നുന്നുണ്ട്. മാർക്ക് കണ്ണു തുറന്ന് കണ്ടതും നീൽ ഉറക്കെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എല്ലാം ഓക്കെ അല്ലേ? ഏയ് നീൽ, എല്ലാം ഓക്കെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഒരു കൈ കൊണ്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കോരി. അതിനുശേഷം ആ വെള്ളം മാർക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കിയിട്ടു. മുകളിലേക്ക് പൊക്കിയിട്ട വെള്ളം ആ സുവർണ പ്രകാശത്തിൽ കൂടി ഇങ്ങനെ താഴേക്ക് താഴ്ന്നു വരുമ്പോൾ മാർക്ക് ഇടത് കൈ കാരം ബോർഡിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യാൻ പിടിക്കുന്ന പോലെ ഒന്ന് പിടിച്ചു. മാർക്കിന് ഇടത് കൈയിലെ ചൂണ്ടുവിരൽ അതിലെ ഒരു വെള്ളത്തുള്ളിയിൽ പതുക്കെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. ആ സ്ട്രൈക്ക് ആ വെള്ളത്തുള്ളിൽ പതിച്ചതും നീല് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ വെള്ളത്തുള്ളി ബുള്ളറ്റ് പോലെ മുന്നോട്ട് പാഞ്ഞ് ആ നദിയിലെ ഒരു കുഞ്ഞു പാറയിൽ ചെന്നങ്ങ് ഇടിച്ചു. ശരിക്കും ചെവിടടിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് തുടർന്ന് നീല് കേട്ടത്. നീലിന്റെ ചെവി പൊട്ടിപ്പോകുന്ന ആ ശബ്ദത്തോടൊപ്പം നീൽ ആ കാഴ്ചയും കണ്ടു. ആ കുഞ്ഞു പാറ ചെറു കഷ്ണങ്ങളായി ചിതറി. മാർക്കിന്റെ ശക്തി അൺബിലീവബിളായ ശൈലിയിൽ വളർന്നിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു രംഗമാണ് നീലിപ്പോൾ കാണുന്നത്. ഏകദേശം 1 മാസത്തിന് മുമ്പ് നീലും മാർക്കും തമ്മിൽ ഒന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ മാർക്ക് നീലിനേക്കാൾ ഒരു പടി മാത്രം മുകളിലായിരുന്നു. പക്ഷെ ഇപ്പോ നീല് കാണുന്ന മാർക്ക് അവിടെയൊന്നും അല്ല. നീലിനേക്കാൾ ഒരുപാട് പടികൾ മുകളിലേക്ക് ഇതാ മാർക്ക് ഫെല്ലർ കയറിയിരിക്കുന്നു. പക്ഷെ നീലിന് മാർക്കിന്റെ ആ വളർച്ച വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കുകയാണ്. അവൻ മാർക്കിന്റെ സുഹൃത്താണെന്ന് പറയുന്നതിൽ ഒരു വല്ലാത്ത അഭിമാനം തോന്നുകയാണ്. ശരിക്കും സന്തോഷത്തോടുകൂടി നീൽ ഫ്ലെമിംഗ് ഓടി മാർക്കിനടുത്തെത്തി. അവൻ ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിച്ചു പോവുകയാണ്. തന്നെ കെട്ടിപ്പിടിക്കുന്ന നീലിന്റെ പുറത്തും തട്ടിയിട്ട് മാർക്ക് നീലിനോട് പറഞ്ഞു, ഏയ് നീൽ, കൂൾ ഡൗൺ. ശരിക്കും നീലിന് തന്റെ സന്തോഷം മറച്ചു വെക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണ് അവൻ ആ സന്തോഷം ആ ശൈലിയിൽ പ്രകടിപ്പിക്കുന്നത്. നീലിന്റെ ആത്മാർത്ഥതയിൽ 100% ഉറപ്പുള്ള മാർക്ക് നീലിന്റെ പുറത്തും തട്ടിയിട്ട് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി. നീലും ഒന്നിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ മാർക്കിന് വല്ലാത്തൊരു കോൺഫിഡൻസ് അനുഭവപ്പെടുകയാണ്. അവന്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും സ്പിരിച്വൽ എനർജിയുടെ ഒരു കേന്ദ്രീകരണം മാർക്കിന് സ്വയം ബോധ്യപ്പെടുന്നുണ്ട്. താനിതാ സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ സ്പിരിച്വൽ എനർജിയെ റിഫൈൻ ചെയ്യുന്ന, ശരിയാക്കി എടുക്കുന്ന, ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുന്ന ആ ഒരു സ്റ്റേജുകളിലൂടെയാണ് മാർക്ക് കടന്നുപോയത്. ഇനി സ്പിരിച്വൽ എനർജി ശരീരത്തിൽ ഉറപ്പിക്കുന്ന പ്രക്രിയയാണ്. സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ശരീരത്തിൽ വൻതോതിൽ ഉറപ്പിക്കാൻ മാർക്കിന് കഴിഞ്ഞാൽ മാർക്കിന്റെ വളർച്ച അതിവേഗമായിരിക്കും. ഏകദേശം നേരം വെളുക്കാറായപ്പോഴാണ് മാർക്കും നീലും ഹോട്ടൽ മുറിയിൽ മടങ്ങിയെത്തുന്നത്. പിറ്റേന്ന് രാവിലെ മിഡിൽ സിറ്റിയിലേക്ക് മടങ്ങാനാണ് മാർക്കിന്റെ പ്ലാൻ. മാർക്കും നീലും രാവിലെ പോകാനായി റെഡിയാകുമ്പോൾ അവരെ കാണാനായി ഒരു ചെറുപ്പക്കാരൻ വന്നു. അയാൾ ഒരു സമ്മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും അമൂല്യമായ ഒരു ഔഷധ സസ്യവുമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. അയാൾ വന്നിരിക്കുന്നത് എഡ്ബർഗിന്റെ അടുത്ത് നിന്നാണ്. മിസ്റ്റർ എഡ്ബർഗ് തന്നതാണ് ഈ ഗിഫ്റ്റ്. അമൂല്യമായ ആ ഔഷധ സസ്യം കൈനീട്ടി വാങ്ങിച്ച മാർക്ക് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, എന്തേ എഡ്ബർഗ് ഈ ഗിഫ്റ്റ് എനിക്ക് തന്നത്? മിസ്റ്റർ മാർക്ക്, താങ്കൾ ഇന്ന് മിഡിൽ സിറ്റിയിലേക്ക് പോകരുതെന്ന് പറയാനായിട്ടാണ് എന്നെ അയച്ചത്. മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നും കൂടി ഇവിടെ നിൽക്കാം. ആ ചെറുപ്പക്കാരന്റെ കൈവശം എഡ്ബർഗ് മാർക്കിന് ഒരു സമ്മാനം കൊടുത്തു വിട്ടപ്പോൾ തന്നെ മാർക്കിന് ആ കാര്യം ബോധ്യമായി. എഡ്ബർഗിന് തന്നെ കൊണ്ട് ഇന്ന് എന്തോ സാധിക്കാനുണ്ട്. അതുകൊണ്ടാണ് താൻ മിഡിൽ സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരനെ അവിടെ എത്തിച്ചത്. വെറുതെ പറഞ്ഞാലൊന്നും താൻ നിൽക്കില്ല എന്നറിയാത്തത് കൊണ്ട് സമ്മാനവുമായിട്ട് രാവിലെ ആളെ അയച്ചതാണ്. ആ സന്ദേശവാഹനെ യാത്രയാക്കിയിട്ട് മാർക്കും നീലും കൂടി സൗത്ത് സിറ്റിയിലെ മാർക്കറ്റിലേക്ക് ഒന്ന് കറങ്ങി. ആ പകൽ ഏതാണ്ട് തീരാറായതും അവരെ തിരക്കി സാക്ഷാൽ എഡ്ബർഗ് മാർക്കിന്റെ ഹോട്ടലിൽ വന്നു. മാർക്കിനെ കണ്ടതും എഡ്ബർഗ് മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാൻ ഈ സൗത്ത് സിറ്റിയിൽ നിന്ന് ഓടിച്ചു വിട്ട ഒരാള് എന്നെ ശല്യം ചെയ്യുന്ന കാര്യം. അയാള് ഇന്ന് വൈകിട്ട് നമ്മൾ അന്ന് കണ്ട ആ ഹാളിൽ വരുന്നുണ്ട്. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ചിലപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടി വരും. രാവിലെ ആ സമ്മാനം സ്വീകരിച്ച നിമിഷത്തിൽ തന്നെ
മാർക്ക് ഇത്തരത്തിൽ ഒരു ആവശ്യം എഡ്ബർഗ് ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് തന്നെ എഡ്ബർഗിനൊപ്പം മാർക്ക് ഹോട്ടലിലേക്ക് ചെന്നു. മാർക്ക് എഡ്ബർഗിനൊപ്പം ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ വിലാൻഡറും ആ ബൗൺസേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. മാർക്കിനെ കണ്ടതും വിലാൻഡർ എഡ്ബർഗിനോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ ലാൻസ്, നിങ്ങൾ എന്തിനാ ഇവരെ കൂടെ വിളിച്ചത്? വിലാൻഡർ, ഒരു ആവശ്യമല്ലേ, കുറച്ച് ആൾ കൂടുതലുണ്ടെങ്കിൽ നല്ലതല്ലേ? എഡ്ബർഗ് അങ്ങനെ പറഞ്ഞപ്പോ വിലാൻഡർ എഡ്ബർഗിനോട് പറഞ്ഞു, ആ നിങ്ങളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലാതെ ഇവരെ കൊണ്ടൊന്നും ഒരു ഉപയോഗം ഉണ്ടാവില്ല. മാർക്കിനെ കൊണ്ട് അവിടെ ഒരു കാര്യവും നടക്കാൻ സാധ്യതയില്ല എന്ന് വിലാൻഡർക്ക് പൂർണ്ണ ഉറപ്പാണ്. വിലാൻഡർ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ശരിക്കും മാർക്കും വിലാൻഡറും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് അറിയാവുന്ന ബാക്കി ആളുകൾ രണ്ട് പക്ഷത്തും ചേരാതെ നിശബ്ദമായി നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ മുറിയിലേക്ക് രണ്ടാളുകൾ കടന്നു വരുന്നത്. അതിൽ ഒരാളുടെ മുഖത്ത് വെട്ടുകിട്ടിയ ഒരു പാട് വളരെ വ്യക്തമാണ്. കുറെ ചെറുപ്പത്തിൽ അയാളുടെ മുഖത്ത് ആരോ വെട്ടിയതാണെന്ന് ആ അടയാളം വിളിച്ചു പറയുന്നു. ആ മുറിക്കകത്തേക്ക് കടന്ന ആഗതൻ എഡ്ബർഗിനെ കണ്ടതും എഡ്ബർഗിനോട് പറഞ്ഞു, ഹലോ മിസ്റ്റർ എഡ്ബർഗ്, ഓർമ്മയുണ്ടോ എന്നെ? ഹേയ് ഹാൻസ്, അതെന്ത് ചോദ്യമാണ്? ഓ, നിന്റെ പേരൊന്നും മറന്നില്ലല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാൻസ് എന്ന് വിളിക്കപ്പെട്ട ആ മുഖത്ത് വെട്ടുള്ള മനുഷ്യൻ അവിടെ ഒരു സീറ്റിൽ വന്നിരുന്നു. അയാൾക്കൊപ്പം അയാളുടെ ഒരു അനുയായിയും ഉണ്ട്. ഹാൻസ് അവിടെ ഇരിക്കുന്ന ആളുകളേക്ക് ഒന്ന് നോക്കി. ഏയ് എഡ്ബർഗ്, നീ വലിയ തയ്യാറെടുപ്പൊക്കെ നടത്തിയിരിക്കുകയാണല്ലോ. ഹാൻസ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ആ കാര്യങ്ങൾ ഓർക്കുന്നത് ശരിയല്ലല്ലോ. എഡ്ബർഗ്, കഴിഞ്ഞത് കഴിഞ്ഞു എന്നോ? നീ അന്ന് എന്താണ് എന്നോട് ചെയ്തതെന്ന് മറന്നുപോയോ? അങ്ങനെ പറഞ്ഞിട്ട് ഹാൻസ് അയാളുടെ ആ മുഖത്തെ മുറിവിലൂടെ ഒന്ന് തലോടി. ആ മുറിവിലൂടെ അയാളുടെ വിരൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സകല ആളുകളുടെയും ശ്രദ്ധ ആ മുറിവിലേക്ക് തന്നെ വരികയാണ്. മിസ്റ്റർ എഡ്ബർഗ്, ഈ മുറിവ് എങ്ങനെ ഉണ്ടായി എന്ന് നിനക്കറിയാം. നീ അന്ന് എന്റെ മുഖത്ത് ഏൽപ്പിച്ച ഈ മുറിവ് എനിക്കെങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഹാൻസ്, ഞാൻ അന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതല്ലേ? സത്യത്തിൽ അതിന് നിങ്ങൾ എന്നോട് കടപ്പാട് കാണിക്കേണ്ടതല്ലേ? പെട്ടെന്നാണ് എഡ്ബർഗ് ആ ശൈലിയോട് ചോദ്യം ചോദിച്ചത്. അതെനിക്ക് മനസ്സിലായി, നീ എന്റെ ജീവൻ രക്ഷിച്ചതുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് എന്താ ഞാനും നിന്റെ ജീവൻ രക്ഷിക്കാം. ഇന്ന് നിന്നെ ഞാൻ കൊല്ലില്ല, ഞാനായിട്ട് നിന്നെ ഒന്നും ചെയ്യുന്നില്ല. നീ തന്നെ കത്തിയെടുത്ത് നിന്റെ കവിളിൽ ഇതുപോലെ ഒരു മുറിവുണ്ടാക്കുക. ശരിക്കും എൻ്റെ കവിളിൽ ഉണ്ടായ അതേ വലിപ്പത്തിൽ ആ മുറിവുണ്ടാക്കിയിട്ട് നീ മുട്ടുകുത്തി എന്നോട് മാപ്പ് പറ. അതിനുശേഷം നീ ഈ സൗത്ത് സിറ്റിയിൽ നിന്ന് നാട് വിടണം. 3 കണ്ടീഷൻസ് ആണ് ഇപ്പോ ഹാൻസ് എഡ്ബർഗിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഹാൻസിന്റെ മുഖത്തുണ്ടായതുപോലെ ഒരു മുറിവ് എഡ്ബർഗ് സ്വയം ഉണ്ടാക്കണം. 2ാമത്തെ കണ്ടീഷൻ ഒരു മാപ്പ് പറച്ചിൽ. 3ാമത്തെ കണ്ടീഷൻ നാട് വിടൽ. അത് കേട്ടതും എഡ്ബർഗ് പറഞ്ഞു, ഹാൻസ്, അതൊന്നും നടക്കത്തില്ല. നോക്കൂ എഡ്ബർഗ്, നീ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഈ നാടും ഈ രാജ്യവും വിട്ട് മറ്റു സ്ഥലത്ത് പ്രവാസി പോലെ താമസിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ഈ നാട് വിടാനുള്ള കാരണം നീയാണ്. അതുകൊണ്ട് എഡ്ബർഗ്, നിന്നെ ഞാൻ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. നീ ഇവിടുന്ന് പോയേ പറ്റൂ. ശരിക്കും ഉറക്കെ ഹാൻസ് അങ്ങനെ പറഞ്ഞതും ഇത്രയും നേരം നിശബ്ദനായിരുന്ന വിലാൻഡർ ഹാൻസിനോട് പറഞ്ഞു, നീ വളരെ സമർത്ഥമായി സംസാരിക്കുന്നുണ്ടല്ലോ. എന്താ, ഇവിടെ ആണുങ്ങളാരുമില്ല എന്ന് കരുതിയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ വിലാൻഡർ ചോദിച്ചതും ഹാൻസ് ഒന്ന് തിരിഞ്ഞു. ഹാൻസ് വിലാൻഡറെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം അയാൾ വിലാൻഡറോട് ചോദിച്ചു, ഓ, നീയാണോ ഈ പറഞ്ഞ ആണ്? വളരെ പുച്ഛസ്വരത്തിൽ ഹാൻസ് ആ ചോദ്യം ചോദിച്ചതും വിലാൻഡർ ശരിക്കും ദേഷ്യപ്പെട്ട് അയാളുടെ സീറ്റിൽ നിന്ന് ചാടി എണീറ്റു. നീ ആരോട് സംസാരിക്കുന്ന അറിയാവോ? അത് കേട്ടതും ഹാൻസ് പറഞ്ഞു, നീ നിന്റെ പൊസിഷൻ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണോ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഹാൻസിന്റെ ആ ചോദ്യം കേട്ടതും വിലാൻഡർ ദേഷ്യപ്പെട്ട ഹാൻസിനോട് പറഞ്ഞു, എടോ, ഞാനേ ഒരു ഇന്നസെന്റ് മാസ്റ്റർ ഹാൻസ് ആണ്. ഒരു ഇന്നസെന്റ് മാസ്റ്റർ ഹാൻസിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? താൻ ഇന്നസെന്റ് മാസ്റ്റർ ഹാൻസ് ആണെന്നുള്ള കാര്യം വന്ന ആഗതനോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആഗതന് ഒരു ഭയം ഉണ്ടാകും. അക്കാര്യം വിലാൻഡർക്ക് അറിയാം. വിലാൻഡർ അയാളുടെ പൊസിഷനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതും ഹാൻസ് അയാളുടെ സീറ്റിൽ നിന്ന് എണീറ്റു. സീറ്റിൽ നിന്ന് എണീറ്റ ഹാൻസ് വിലാൻഡറോട് ചോദിച്ചു, എന്താണാവോ താങ്കളുടെ പേര്? അല്പം പരിഹാസത്തിലാണ് ഹാൻസ് ആ ചോദ്യം ചോദിച്ചെങ്കിലും ഭയന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചോദിക്കുകയാണെന്ന് മനസ്സിലാക്കി വിലാൻഡർ പറഞ്ഞു, ഞാൻ വിലാൻഡർ. ഇവിടെ എല്ലാവരും എന്നെ വിലാൻഡർ മാസ്റ്റർ എന്നാ വിളിക്കുക.
അങ്ങനെയാണോ മിസ് വിലാൻഡർ മാസ്റ്റർ? പക്ഷേ എനിക്ക് തോന്നുന്നു നീ ഒരു ചുക്കുമല്ലെന്നാണ്. അങ്ങനെ ഹാൻസ് പറഞ്ഞതും വിലാൻഡർ അവന്റെ സീറ്റിനടുത്തുനിന്ന് മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ സംഭാഷണം ഇനി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ വലിയ ഫലമില്ല എന്ന് മനസ്സിലാക്കിയ വിലാൻഡർ ഒറ്റയിടിക്ക് ഹാൻസിനെ തീർക്കാനുള്ള ദേഷ്യത്തിൽ മുന്നോട്ട് കുതിച്ചതാണ്. മുന്നോട്ട് കുതിക്കുന്ന വിലാൻഡറുടെ വേഗത അയാൾക്കൊപ്പമുള്ള ആളുകളെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അയാളുടെ പ്രായത്തെ അതിശയിപ്പിക്കുന്ന വേഗതയാണ് വിലാൻഡർക്കുള്ളത്. കണ്ണടച്ച് തുറക്കുമ്പോൾ വിലാൻഡർ ഹാൻസിന്റെ തൊട്ടു മുന്നിലെത്തി. ഹാൻസിന്റെ തൊട്ടു മുന്നിലെത്തിയ വിലാൻഡർ കൈ നിവർത്തി ഒരു അച്ചയിടി മുഖത്ത് മറുകുള്ള ഹാൻസ് എന്ന ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് വിലാൻഡർ ആഞ്ഞിടിച്ചതും ആ ചെറുപ്പക്കാരൻ ഒന്ന് തലതിരിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ഹാൻസ് തലയൊന്ന് ചരിക്കുന്നത്. ഹാൻസ് തല ചരിച്ചതും വിലാൻഡറുടെ കൈ ഹാൻസിന്റെ മുഖത്ത് തൊട്ടിൽ എന്ന് പറഞ്ഞ് കടന്നങ്ങ് പോയി. ശരിക്കും ആ ഇടി ഹാൻസിന്റെ പുറത്തു കൊള്ളാതെ പോയതും വിലാൻഡർ ഒന്ന് ചരിഞ്ഞു. അയാളുടെ സ്റ്റെപ്പും തെറ്റിയായിരുന്നു. ആ നിമിഷത്തിൽ ഹാൻസ് ഇടത്തെ കൈകൊണ്ട് ഒരു ഒറ്റയിടി. ഹാൻസിന്റെ ആ ഇടി വിലാൻഡറുടെ പുറത്ത് പതിഞ്ഞതും വിലാൻഡർ മേശയുടെ മുകളിൽ കൂടി പറക്കുകയാണ്. ശരിക്കും ഒരു പേപ്പർ പറന്നു പോകുന്ന പോലെ വിലാൻഡർ മേശയ്ക്ക് മുകളിലൂടെ പറന്ന് ചുവരിലിടിച്ച് താഴേക്ക് വീണു. താഴേക്ക് വീണ വിലാൻഡർ ഒന്ന് അനങ്ങി നിശ്ചലമായി. ശരിക്കും അയാൾക്ക് ബോധമുണ്ടെങ്കിലും അയാൾ തല അനക്കാതെ കിടക്കുകയാണ്. തന്നെ ഇടിച്ച വ്യക്തിക്ക് തന്നെക്കാൾ കപ്പാസിറ്റി ഉണ്ടെന്ന് ആ ഇടി കിട്ടിയ നിമിഷത്തിന് വിലാൻഡർക്ക് മനസ്സിലായി. ഇനി എണീറ്റാൽ തന്നെ അയാൾ കൊല്ലുമെന്ന് വിലാൻഡർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് വിലാൻഡർ അനങ്ങാതെ കിടന്നത്. താഴെ വീണ വിലാൻഡറെ അവിടെയുള്ള മറ്റാളുകൾ വിളിക്കുകയാണ്, വിലാൻഡർ എണീക്കേ. അത് കണ്ട എഡ്ബർഗും വിലാൻഡർ അടുത്തേക്ക് ഓടി വന്നു വിലാൻഡർ വിളിക്കുകയാണ്, എണീക്ക് വിലാൻഡർ എണീക്ക്. എഡ്ബർഗിന്റെ സകല പ്രതീക്ഷയും വിലാൻഡർ മാസ്റ്ററിലാണ്. ആ മാസ്റ്ററാണ് അവിടെ വീട് കിടക്കുന്നത്. വിലാൻഡർ അനങ്ങുന്നതേയില്ല. അത് കണ്ടതും എഡ്ബർഗ് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഏയ് നിങ്ങളെല്ലാവരും എനിക്കൊപ്പം നിൽക്കണം, ഇവനെ തീർക്കണം നമുക്ക്. അങ്ങനെ എഡ്ബർഗ് പറഞ്ഞതും എഡ്ബർഗിന്റെ ഒപ്പമുള്ള ആ ബൗൺസേഴ്സ് എഡ്ബർഗിനോട് പറഞ്ഞു, മിസ്റ്റർ എഡ്ബർഗ് സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്കിത് ഇടപെടാൻ പറ്റില്ല. എഡ്ബർഗിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാളുടെ ബൗൺസേഴ്സ് പെട്ടെന്ന് അയാളെ കൈ ഒഴിയുകയായിരുന്നു. എഡ്ബർഗിന്റെ കയ്യിൽ നിന്ന് സ്ഥിരമായി പണം കൈപ്പറ്റുന്ന ആളുകളാണ് ആ ബൗൺസേഴ്സ് എല്ലാവരും. പക്ഷെ ആ ബൗൺസേഴ്സിന് വിലാൻഡർ തെറിച്ചു വീണപ്പോൾ ഒരു കാര്യം ബോധ്യമായി, വിലാൻഡറേക്കാൾ ശക്തനാണ് അവിടെ ആ മുഖത്ത് വെട്ടേറ്റിരിക്കുന്ന ഹാൻസ്. ഹാൻസിനോട് എതിരിട്ടാൽ അവരെല്ലാവരും തീരും. എഡ്ബർഗ് അയാളുടെ സപ്പോർട്ട് മെക്കാനിസം പൂർണ്ണമായും അയാളെ തള്ളിപ്പറയുന്ന കണ്ടതും അമ്പരപ്പോടെ ഹാൻസിനെ നോക്കി. ഹാൻസ് എഡ്ബർഗിനോട് പറഞ്ഞു, എടോ ഇവരെയൊക്കെയാണോ നീ സപ്പോർട്ടിന് വിളിച്ചത്? കഷ്ടം തന്നെ, യുമാർ എന്റെ ഒരു വിരലിന് പോലും തികയത്തില്ല. ഹാൻസ് പറയുന്ന കാര്യം ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലാണ് എഡ്ബർഗിന്റെ പുറകെ നിൽക്കുന്ന ആളുകളുടെ പെരുമാറ്റവും. ഈ സംഭവങ്ങളൊക്കെ കേട്ടുകൊണ്ട് വിലാൻഡർ കണ്ണടച്ചു പിടിച്ച് തറയിൽ കിടക്കുകയാണ്. എഡ്ബർഗ് ആകെ പെട്ടതുപോലെയായി. പെട്ടെന്നാണ് എഡ്ബർഗിന്റെ ശ്രദ്ധ മാർക്ക് ഫെല്ലറിലേക്ക് പതിയുന്നത്. മാർക്ക് ഫെല്ലറിലേക്ക് എഡ്ബർഗിന്റെ ശ്രദ്ധ പതിഞ്ഞതും എഡ്ബർഗ് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ് നീ കളിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. ഇതാരെന്നറിയാവോ? ഇത് ബ്ലാക്ക് കുടുംബത്തിലെ മാർക്ക് ഫെല്ലറാണ്. ബ്ലാക്ക് കുടുംബം എന്ന് കേട്ടതും ഹാൻസ് ശരിക്കും ഒന്ന് പതറി. അവൻ അറിയാതെ കസനിൽ ഒന്ന് പിടിച്ചുപോയി എന്ന് പറയാം. അത് കൃത്യമായിട്ടും എഡ്ബർഗ് നോട്ട് ചെയ്യുകയും ചെയ്തു. റിപ്പബ്ലിക് ഓഫ് പൈറോയിലെ ഏറ്റവും ശക്തമായ കുടുംബങ്ങളിൽ ഒന്നാണല്ലോ ഈ ബ്ലാക്ക് കുടുംബം. ആ ബ്ലാക്ക് കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ആ ബ്ലാക്ക് കുടുംബത്തിലെ ഒരാളാണ് അവിടെ ഇരിക്കുന്ന ആ മാർക്ക് ഫെല്ലർ എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിറയൽ ഹാൻസിന് ഉണ്ടായതാണ്. ഹാൻസിന്റെ ആ വിറയൽ നോട്ട് ചെയ്ത എഡ്ബർഗ് ഹാൻസിനോട് പറഞ്ഞു, ഏയ് ഹാൻസ്, നിന്റെ കാര്യം തീർന്നടാ. നീ കളിച്ചിരിക്കുന്നത് ബ്ലാക്ക് കുടുംബത്തിൽ അംഗമായ മാർക്ക് ഫെല്ലറുടെ സുഹൃത്തിനോടാണ്. മാർക്ക് ഫെല്ലറുടെ സുഹൃത്താണല്ലോ സാക്ഷാൽ എഡ്ബർഗ്. സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലറുടെ സുഹൃത്തായ എഡ്ബർഗിനെ ഹാൻസ് തൊട്ടത് ബ്ലാക്ക് കുടുംബത്തിനെ തൊട്ടതുപോലെയാണ്. എഡ്ബർഗിന്റെ ഡയലോഗ് കേട്ട് ഒന്ന് പതറിപ്പോയ ഹാൻസ് മാർക്കിനെ നോക്കി മാർക്കിനോടായി പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നിങ്ങൾ ദയവായി ഈ വിഷയത്തിൽ ഇടപെടരുത്. നിങ്ങൾ ദയവായി ഈ മുറിയിൽ നിന്ന് പുറത്തു പോകണം. ഹാൻസിന്റെ ആവശ്യം കേട്ടതും മാർക്ക് പറഞ്ഞു, ഏയ് അതെങ്ങനെ ശരിയാകും? മിസ്റ്റർ എഡ്ബർഗ് എന്നെ സഹായത്തിന് വിളിച്ചതാണ്. എനിക്ക് എഡ്ബർഗിനെ സഹായിച്ചല്ലേ പറ്റൂ. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നുണ്ട്. നോക്ക്, നിങ്ങളിപ്പോ
ഒരു ഇന്റർണൽ സ്ട്രെങ്ത് മാസ്റ്റർ ഹാൻസ് ആണ്. നിങ്ങളെ ഇതിൽ നിന്ന് പാസ് മാസ്റ്ററിലേക്ക് വളർത്താൻ എനിക്ക് പറ്റും. എൻ്റെ കയ്യിൽ ഒരുപാട് ഗുണമേന്മയുള്ള ഔഷധ സസ്യങ്ങളും മരുന്നുകളും മറ്റ് അനവധി സംവിധാനങ്ങളുമുണ്ട്. വൻ ശേഖരം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നിങ്ങൾക്ക് തരാം. അത് കേട്ടതും മാർക്ക് ചോദിച്ചു, അല്ല മിസ്റ്റർ ഹാൻസ്, ഇപ്പോൾ നിങ്ങളുടെ കൈവശമുണ്ടോ? മാർക്ക്, ദാ എൻ്റെ ഈ ബാഗിലുണ്ട് 100 വർഷത്തേറെ പഴക്കമുള്ള ഒരു ഔഷധ സസ്യം. അത് കേട്ടപ്പോൾ മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരിക്കും ഒരു സന്തോഷം മാർക്കിന്റെ മുഖത്തുണ്ട്. മാർക്കും ഹാൻസും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കുന്ന എഡ്ബർഗിന് ഒപ്പമുള്ള ആളുകളും ആ കാഴ്ച പക്ഷേ അല്പം പേടിയോടാണ് കണ്ടത്. മാർക്കിന്റെ മുഖത്ത് ഒരു സന്തോഷം വരുന്ന കണ്ടതും ഹാൻസ് സന്തോഷത്തോടെ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടുകയാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് സംവിധാനം ഞങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഞങ്ങൾക്ക് ഒരുക്കാൻ പറ്റും. നിങ്ങളുടെ വളർച്ച ഇനി അതിവേഗമായിരിക്കും. ഹാൻസ് അങ്ങനെ പറഞ്ഞു നിർത്തിയതും മാർക്ക് അയാളോട് പറഞ്ഞു, മിസ്റ്റർ ഹാൻസ്, എനിക്ക് ഈ രാജ്യം വിട്ട് പുറത്തു പോകാൻ ഒരു താല്പര്യവുമില്ല. നിങ്ങളെപ്പോലെ മറ്റു രാജ്യത്ത് പോയി ഒളിവിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഓഫറുകൾ നല്ലതാണെങ്കിലും ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്. ഞാൻ മിസ്റ്റർ എഡ്ബർഗിന് ഒപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ പറഞ്ഞത് കേട്ടപ്പോഴാണ് എഡ്ബർഗിന് ശ്വാസം നേരെ വീഴുന്നത്. അതേപോലെ ഒരു ആശ്വാസം എഡ്ബർഗിന്റെ പുറകിൽ നിൽക്കുന്ന ആ ബൗൺസേഴ്സിനുമുണ്ട്. മാർക്ക് ഫെല്ലർ ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രതിനിധിയാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രതിനിധിയെ തൊടാൻ സ്വാഭാവികമായി ഹാൻസ് ഒന്ന് മടിക്കും. ഹാൻസ് മാർക്ക് അങ്ങനെ തീർത്തു പറഞ്ഞതും മാർക്കിനോടായി പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നിങ്ങൾ ബ്ലാക്ക് കുടുംബത്തിന്റെ ആളാണെന്ന് കരുതി എന്ന് ചെയ്യാം എന്നൊന്നും ധരിക്കരുത്. ഹേയ് ഹാൻസ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. എനിക്ക് ബ്ലാക്ക് കുടുംബവുമായി ഒരു ബന്ധവുമില്ല. ഹേയ് മാർക്ക്, നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ബ്ലാക്ക് കുടുംബവുമായി ബന്ധമില്ലെന്നോ? അതേ, എനിക്ക് ബ്ലാക്ക് കുടുംബവുമായി ഒരു ബന്ധവുമില്ല. ഉറപ്പാണോ നിങ്ങൾ പറയുന്നത്? ഞാനെന്തിന് നിങ്ങളോട് കള്ളം പറയണം? എനിക്ക് ബ്ലാക്ക് കുടുംബവുമായി ഒരു ബന്ധവുമില്ല. വീണ്ടും മാർക്ക് അങ്ങനെ തീർത്തു പറഞ്ഞപ്പോൾ ഇപ്പം വിളറുന്നത് സാക്ഷാൽ ലാൻസ് എഡ്ബർഗാണ്. എഡ്ബർഗ് മാത്രമല്ല, അയാളുടെ കൂടെയുള്ള ആളുകളൊക്കെ ഒന്ന് വിളറിയിട്ടുണ്ട്. തറയിൽ കിടക്കുന്ന വിലാൻഡർ അറിയാതെ പറഞ്ഞു പോകണം, ശേ ഇവ എന്തൊരു വീഠിയാണ്, അവൻ ആ കാര്യം ഇവിടെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ബ്ലാക്ക് കുടുംബവുമായി അവന് ബന്ധമില്ല എന്നുള്ള കാര്യം അവിടെ പറഞ്ഞത് അബദ്ധമായെന്ന് വിലാൻഡർക്ക് പൂർണ്ണ ഉറപ്പാണ്. പക്ഷേ ലാൻസിന് മാർക്ക് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ വല്ലാതങ്ങ് സന്തോഷമായി. അയാൾ ഒന്ന് ചിരിച്ചു. ഏയ് എഡ്ബർഗ്, നീ എന്നെ ബ്ലാക്ക് കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി നോക്കിയതാണല്ലേ? ഇപ്പോ എന്തായി കാര്യം? അങ്ങനെ പറഞ്ഞിട്ട് അയാൾ എഡ്ബർഗിന് നേരെ ഒന്ന് നടന്നു തുടങ്ങി. ശരിക്കും എഡ്ബർഗ് ആകെ പെട്ടതുപോലെയാണ്. അയാളെ സഹായിക്കാനായി അയാൾ റിക്രൂട്ട് ചെയ്തിരുന്ന വിലാൻഡർ ഇടിയേറ്റ് താഴെ വീണ് കിടക്കുകയാണ്. ബാക്കിയുള്ള ബൗൺസേഴ്സ് ഒക്കെ പേടിച്ച് വിറച്ച് ആ മുറിയുടെ മൂലകളിലേക്ക് മാറിയിരിക്കുകയാണ്. എഡ്ബർഗിനെ പിന്നെ സഹായിക്കാനുള്ള മാർക്കാണെങ്കിൽ ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ല എന്ന് തീർത്തു പറഞ്ഞതുകൊണ്ട് ഇനി രക്ഷയില്ല. അങ്ങനെ എഡ്ബർഗ് മനസ്സിൽ കരുതുമ്പോഴേക്കും ഹാൻസ് എഡ്ബർഗിന്റെ തൊട്ടടുത്തെത്തിയ ഹാൻസ് പെട്ടെന്നാണ് ഒരു കത്തി വലിച്ചൂരിയത്. ആ കത്തി ഒന്ന് വലിച്ചൂരിയിട്ട് അയാൾ എഡ്ബർഗിനോട് പറഞ്ഞു, ദാ ഇതേപോലെ ഞാൻ നിന്റെ കവിളിൽ ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കത്തി ഇങ്ങനെ ഉയർത്തിയതും ആ കയ്യിൽ ഒരു പിടി. അമ്പരപ്പോടെ ഹാൻസ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മാർക്ക് അയാളുടെ കൈ പിടിച്ചിരിക്കുന്നതാണ്. ഏയ് വിടെ വിടെ എന്ന് ഹാൻസ് പറയുമ്പോൾ ഹാൻസിന്റെ ഉള്ളൊന്ന് കിണിങ്ങി തുടങ്ങി. കാരണം അയാളുടെ റിസ്റ്റിൽ വല്ലാത്തൊരു ബലം അനുഭവപ്പെടുകയാണ്. ഹാൻസിന്റെ കൈ പിടിച്ച മാർക്ക് ഹാൻസിനെ ഒന്ന് പുറകോട്ട് തള്ളിയായിരുന്നു. ശരിക്കും 5-6 സ്റ്റെപ്പ് പുറകിലേക്ക് ഹാൻസ് ഒന്ന് തെന്നി മാറിയെങ്കിലും അവൻ വീഴാതെ സ്റ്റഡിയായി നിന്നു. ഒന്ന് സ്റ്റഡിയായി നിന്ന ഹാൻസ് ആ കത്തി മേശപ്പുറത്തേക്ക് വെച്ചിട്ട് കൈ രണ്ടും ഒന്ന് കുടഞ്ഞു. ശരിക്കും അയാൾ ഒരു എതിരാളിയെ കിട്ടിയ സന്തോഷത്തിലാണ്. തന്നെ എതിരെ നിൽക്കുന്ന കക്ഷി മാർക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് മാസ്റ്റർ ഹാൻസ് ആണെന്ന് ഹാൻസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു സന്തോഷം. നോക്ക്, നീ എന്നെ പിടിച്ച് തള്ളിയല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് കുതിച്ച് ഒരൊറ്റയിടി. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ഹാൻസ് മുന്നോട്ട് കുതിക്കുകയും മാർക്കിനെ ഇടിക്കുകയും ചെയ്തത്. മാർക്കിനെ അയാൾ ഇടിച്ചതും മാർക്കും തിരിച്ചിടിച്ചു. ശക്തമായ ആ 2 കൈകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ കഴിഞ്ഞതും ഹാൻസ് ഏതാനും അടി പുറകോട്ട് തള്ളപ്പെട്ടു. ഹാൻസിന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളൊരു ഇന്നസെന്റ് പാസ്റ്റ് മാസ്റ്ററാണ്. ഇന്നസെന്റ് മാസ്റ്റർ ഹാൻസ് 9 ലെവലുകൾ കഴിയുമ്പോഴാണ് ഒരു പാസ് മാസ്റ്റർ ആകുന്നത്. ശരിക്കും ഇന്നസെന്റ് മാസ്റ്റർ ഹാൻസിന്റെ
9ാം ലെവലിൽ നിന്ന് പാസ് മാസ്റ്ററിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. അയാൾ പാസ് മാസ്റ്റർ ആയിട്ട് അധികം നാളായിട്ടില്ല. അയാൾ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, ഏയ് നീ ഒരു പാസ് മാസ്റ്ററോടാണ് എതിരിടുന്നത്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, ഛേ, ഒരു പാസ് മാസ്റ്റർക്ക് ഇത്ര ശക്തിയേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഹാൻസിന് മനസ്സിലാകുന്നതിന് മുമ്പ് ഹാൻസിന്റെ പുറത്ത് ഒരു 10 ഇടിയെങ്കിലും വീണ് കാണും. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് മാർക്ക് അയാളുടെ മുന്നിലെത്തിയതും അയാൾ ഇടിച്ചതും. മാർക്കിന്റെ കൈ അയാളുടെ തല മുതൽ വയറുവരെ തലങ്ങുലിങ്ങും പതിക്കായിരുന്നു. മാർക്കിന്റെ അതിശക്തമായ പഞ്ചിങ്ങിൽ ഒന്ന് വളഞ്ഞുപോയ ഹാൻസ് അമ്പരപ്പിക്കുന്ന ആ കാഴ്ച കണ്ടു. മാർക്കിന്റെ അതിശക്തമായ ഒരു ഇടിയിൽ അയാളുടെ നെഞ്ചുകൂട് ഏതാണ്ട് പുറകോട്ടങ്ങ് തള്ളുകയാണ്. ഒരൊറ്റ ഇടിയിൽ നെഞ്ചുകൂട് പൊട്ടി പല എല്ലുകളും ഏതാണ്ട് പുറത്തു വന്നു. ഹാൻസിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ യഥാർത്ഥത്തിൽ ഒരു പാസ് മാസ്റ്ററാണ്. അയാളെക്കാൾ അനവധി ലെവൽ താഴെ നിൽക്കുന്ന ഒരു കക്ഷി ഇത് അവന്റെ നെഞ്ചുകൂട് ഇടിച്ച് തകർത്തിരിക്കുന്നു. ശരിക്കും ഒരു അമ്പരപ്പ് ഹാൻസിന്റെ മുഖത്തുണ്ട്. ആ അമ്പരപ്പ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മാർക്കിന്റെ ഇരു കൈകളും ഒരിക്കൽ കൂടി അവന്റെ നെഞ്ചിലേക്ക് കയറി ഇറങ്ങി. ബാക്കി ഉണ്ടായിരുന്ന എല്ലുകൾ കൂടി ഞറങ്ങുമ്പോൾ ഹാൻസ് മുഖമടച്ച് താഴേക്ക് വീണു. ശരിക്കും താഴേക്ക് വീഴുന്ന ആ നിമിഷത്തിൽ അയാൾ മരണത്തിലേക്ക് പോവുകയാണ്. മരണത്തിലേക്ക് പോകുന്ന ആ നിമിഷത്തിലും ഹാൻസിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. അയാൾ ഒരു പാസ് മാസ്റ്ററാണ്. അയാളെ ഒരു മാസ്റ്റർ ഹാൻസുകാരൻ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കുക? താഴെ വീണ അയാൾ മരണത്തിലേക്ക് നീങ്ങുന്ന ആ നിമിഷത്തിലും അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. ഈ നിമിഷത്തിൽ ഹാൻസിനൊപ്പം ആ മുറിയിലുണ്ടായിരുന്ന അയാളുടെ സഹായി നിന്ന് വിറയ്ക്കുകയാണ്. വിറയ്ക്കുന്ന അയാള് മാർക്കിനോട് പറഞ്ഞു, സാർ എന്നൊന്ന് ചേർത്ത്, ഞാൻ തികച്ചും നിരപരാധിയാണ്. അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, എവിടെ ആ ബാഗ്? കേൾക്കേണ്ട താമസം അവൻ ആ ബാഗ് എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. മാർക്ക് വേഗം ആ ബാഗ് തുറന്നു. അതിനകത്ത് നേരത്തെ ഹാൻസ് പറഞ്ഞ 100 വർഷം പ്രായമുള്ള ആ ചെടി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ശരിക്കും നല്ലൊരു തടിപ്പെട്ടിയിൽ ആ ബാഗിനകത്ത് അത് വെച്ചിരിക്കുകയാണ്. എന്തോ ആവശ്യത്തിന് അവർ കൊണ്ടുപോകുന്നതാണ് ആ ചെടിയെന്ന് വ്യക്തമാണ്. മാർക്ക് ആ ബാഗ് കയ്യിലിങ്ങെടുത്തു. അതിനുശേഷം മാർക്ക് ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ തൽക്കാലം കൊല്ലുന്നില്ല. മേലാൽ ഇത്തരം പരിപാടികളുമായി ഈ ഭാഗത്തൊന്നും വരരുത്. കേൾക്കേണ്ട താമസം ആ ചെറുപ്പക്കാരൻ ജനാല വഴി പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം. അവൻ ചാടി ഓടിയതും താഴെ കിടക്കുകയായിരുന്ന വിലാൻഡർ പെട്ടെന്ന് എണീറ്റു. ശരിക്കും അയാൾ അപ്പോഴും ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലാണ് അയാൾ എണീറ്റത്. എണീറ്റിട്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ അവനെ അങ്ങനെ വിടണ്ടായിരുന്നു. നീ അത് വിട്ടത് ശരിയായില്ല. അവൻ പോയിട്ട് അവന്റെ കൂട്ടാളികളുമായി മടങ്ങിയെത്തിയാൽ നമുക്ക് എല്ലാവർക്കും ദോഷമല്ലേ? നീ ചെയ്തത് അക്ഷന്ത്യമായ തെറ്റാണ്. ഇടിയേറ്റ് ബോധം പോയതുപോലെ അവിടെ കിടന്ന ആ വിലാൻഡർ അങ്ങനെ എണീറ്റ് നിന്ന് അങ്ങനെ പറഞ്ഞതും മാർക്ക് കൈ നിവർത്തി ഒരൊറ്റയാടി. വിലാൻഡറുടെ കവിളിൽ മാർക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. അടിയേറ്റ് വിലാൻഡർ ശരിക്കൊന്ന് കറങ്ങി. അവൻ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് മാർക്ക് അവനെ ആഞ്ഞടിച്ചത്. അടിയേറ്റ് വീണ വിലാൻഡറെ ഒന്ന് നോക്കിയിട്ട് എഡ്ബർഗിനോട് യാത്ര പറഞ്ഞ് മാർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി. എഡ്ബർഗ് വല്ലാത്ത സന്തോഷത്തിലാണ്. അയാൾ യഥാർത്ഥത്തിൽ മാർക്കിനെ റിക്രൂട്ട് ചെയ്തത് മാർക്കിന് ബ്ലാക്ക്വുഡുമായി ബന്ധമുണ്ട് എന്ന ഒറ്റ കാരണത്തിലാണ്. പക്ഷെ മാർക്ക് ഇപ്പോൾ അയാളെ ശരിക്കും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മാർക്കിനോടായി എഡ്ബർഗ് പറഞ്ഞു, മാർക്ക്, ഇന്നു മുതൽ എന്റെ ബിസിനസിന്റെ ലാഭത്തിന്റെ 20% ഞാൻ മാർക്കിന് നൽകും. എഡ്ബർഗിന്റെ ആ ഓഫർ മാർക്ക് 2 കൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറയാം. പണം ആവശ്യമുള്ള സമയമാണ്. ശരിക്കും എഡ്ബർഗിന്റെ ആ നിർദ്ദേശം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന വിലാൻഡറെയും കൂടുതൽ ആളുകളെയും ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അവർക്കാണ് ഇതുവരെ എഡ്ബർഗ് പണം കൊടുത്തുകൊണ്ടിരുന്നത്. വിലാൻഡർ എഡ്ബർഗിനോട് ചോദിച്ചു, ഏയ് എഡ്ബർഗ്, നീ എന്തിനാ അവന് പണം കൊടുക്കുന്നത്? അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കി ബൗൺസേഴ്സും എഡ്ബർഗിനോട് ചോദിച്ചു, ഏയ് എഡ്ബർഗ്, നിങ്ങൾ എന്തിനാ അവർ പണം കൊടുക്കുന്നത്? ആ ചോദ്യത്തിന് പൊതുവായിട്ട് ഒരു മറുപടിയാണ് എഡ്ബർഗ് പറഞ്ഞത്. ഇന്നു മുതൽ നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്ക് തന്നെ ഞാൻ പണം നൽകില്ല എന്നാണ്. ഇന്നു മുതൽ എൻ്റെ സപ്പോർട്ട് മാർക്കാണ്. അങ്ങനെ പറഞ്ഞിട്ട് എഡ്ബർഗ് അവരോട് പറഞ്ഞു, ഈ നിമിഷം നിങ്ങൾ ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. എഡ്ബർഗ് അങ്ങനെ അവരോട് പറയുമ്പോഴേക്കും മാർക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു. മാർക്ക് നീലിനടുത്ത് മടങ്ങിയെത്തി ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്ക് മൊബൈൽ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ചില വാർത്തകൾ കാണാം. റിപ്പബ്ലിക് ഓഫ് പൈറോ പിടികിട്ടാ പുള്ളികളുടെ കൂട്ടത്തിൽ
ലിസ്റ്റ് ചെയ്തിരുന്ന ഒരു കക്ഷി ഇവിടെ സൗത്ത് സിറ്റിയിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്ത. ഹാൻസ് എന്ന ആ പിടികിട്ട പുള്ളിയെ സൗത്ത് സിറ്റിയിൽ വെച്ച് വധിച്ചത് ഒരു ചെറുപ്പക്കാരനാണെന്നാണ് ആ വാർത്ത സൂചിപ്പിക്കുന്നത്. ആ ചെറുപ്പക്കാരന് പത്രം ഒരു പേരും ഇട്ടിട്ടുണ്ട്, കിങ് ഓഫ് ചിൽഷെയർ. ചിൽഷെയർ എന്ന എൻഡർ പ്രൊവിൻസിനും ശരിക്കും ആ ചെറുപ്പക്കാരൻ ഒരു അഭിമാനം ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് പത്രം പറയുന്നത്. ചെറുപ്പക്കാരന്റെ പേര് സൂചിപ്പിക്കാതെ ആ ചെറുപ്പക്കാരനെ കിങ് ഓഫ് ചിൽഷെയർ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ആ പത്രം വാർത്ത കൊടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ആ വാർത്ത മൊബൈലിലൂടെ വായിച്ച് മാർക്ക് ഫെല്ലർ അറിയാതെ ചിരിച്ചു പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ലിയോ കുടുംബത്തിൽ ഒരു ചർച്ച നടക്കുകയാണ്. ലിയോ ഷൈനോടായി അവന്റെ പിതാവ് ലിയോ ഗാർഷ്യ പറഞ്ഞു, ഏയ് ഷൈൻ, ഞാൻ ഇപ്പോഴാണ് വിവരങ്ങൾ അറിഞ്ഞത്. ഞാൻ എൻ്റെ ചില ആളുകളെ ന്യൂസ് സർവീസിൽ അയച്ചിരുന്നു. അവിടെയുള്ള ബ്ലാക്ക് കുടുംബത്തിന് മിഡിൽ സിറ്റിയിലെ ആ മാർക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ആളെ അയച്ചത്. ഞാൻ ആ കാര്യം ഉറപ്പാക്കി. അവർക്ക് മാർക്കുമായി ഒരു ബന്ധവുമില്ല. മാർക്കിനെ അവർ ഒരു വിധത്തിലും സഹായിക്കത്തുമില്ല. അച്ഛ പറഞ്ഞത് സത്യമാണോ? അതെ ഷൈൻ, ഞാൻ എല്ലാ കാര്യങ്ങളും തിരക്കി. നമുക്ക് മാർക്കിനെ നേരിടുമ്പോൾ ബ്ലാക്ക് കുടുംബം എതിരാകുമോ എന്നായിരുന്നല്ലോ ഭയം. ആ ഭയം വേണ്ട. ബ്ലാക്ക് കുടുംബം ഒരു കാരണവശാലും അവന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല. അങ്ങനെ ഷൈനും ഗാർഷ്യയും കൂടി സംസാരിക്കുമ്പോൾ അവിടേക്ക് ഒരു അതിഥി വന്നു. ആ അതിഥിയെ അവിടെ എത്തിച്ച് സെർവൻ മടങ്ങിപ്പോകുമ്പോൾ ശരിക്കും അമ്പരപ്പോടെ ഷൈനും അതുപോലെ ഗാർഷ്യയും ആ അതിഥി നോക്കുകയാണ്. തന്നെ അമ്പരം നോക്കുന്ന ആളുകളോടായി വിലാൻഡർ പറഞ്ഞു, ഏയ് നിങ്ങൾ അമ്പരയ്ക്കൊന്നും വേണ്ട, ഞാൻ ഇവിടേക്ക് തന്നെ വന്നതാണ്. മിസ്റ്റർ വിലാൻഡർ, നിങ്ങൾ എഡ്ബർഗിന്റെ അടുത്ത ആളല്ലേ, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വരുന്നത്? മിസ്റ്റർ ഗാർഷ്യ, ഞാൻ എഡ്ബർഗുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. എഡ്ബർഗുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചെന്നു? അതേന്ന്. എഡ്ബർഗ് ശരിയല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തതായി എനിക്കൊരു തോന്നൽ. ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. എനിക്ക് എഡ്ബർഗിനേക്കാൾ കൂടുതൽ അനുയോജ്യർ നിങ്ങളാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ലിയോ കുടുംബത്തിലെ മാർഷൽ ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും ശക്തൻ ഗോൾഡിയാണ്. ഗോൾഡിക്കൊപ്പം നിൽക്കുന്ന കക്ഷിയാണ് ഈ വിലാൻഡർ. ആ വിലാൻഡറാണ് ഇതാ എഡ്ബർഗിനെ ഉപേക്ഷിച്ച് ലിയോ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ വിലാൻഡർ പറഞ്ഞത് കേട്ടതും ലിയോ ഗാർഷ്യയും ലിയോ ഷൈനും മുഖത്തോട് മുഖം നോക്കുകയാണ്. അവര് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്ന കണ്ടതും വിലാൻഡർ അവരോട് പറഞ്ഞു, നോക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് മാർക്ക് ഫെല്ലറുമായി ഒരു പ്രശ്നമുണ്ടെന്ന്. എനിക്കും അവന് ഇഷ്ടമല്ല. അവൻ എൻ്റെ ശത്രുവാണ്. എൻ്റെ ശത്രുവായ മാർക്ക് ഫെല്ലർ നിങ്ങളുടെ ശത്രുവാണല്ലോ. അതുകൊണ്ട് ഒന്നിച്ചു നിന്ന് അവനെ തീർക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക.